കുർത്തി എല്ലാം 450 തുടങ്ങുന്നുണ്ട്. ഫ്രഞ്ച് നോട്ടിൽ വരുന്നത് only 2400. ഇത് മൊത്തം വൈരൂസി ഡിസൈനിൽ വരുന്നതാണ്. ഇത് രട്ടപ്പേട്ട് ബോർഡറിൽ ഇത്രയും നല്ല 2400 തൃശ്ശൂർ പൂരം ആനയില്ലാണ്ട് എന്ത് പൂരം. 850 സാരി 850 സാരി 799 നല്ല ഫീലാണ് കേട്ടോ. അതുപോലെ വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അങ്ങനെ കയറി പോവാം. പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. റേറ്റ് ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. 1200 450 മുതൽ ഒരു 3000 വരെയുള്ള വർക്ക് വിയർ സാരീസ് ആണ് ഇവിടെ ഉള്ളത്. പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇതാ ഇവിടെ അങ്ങോട്ട് വിട്ടോ. ഞാൻ ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ തന്നെ കളക്ഷൻസ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് ഒരാള്. ഇതേ റീറ്റെയിലാണോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. ഇത് ചെട്ടിനാട് സിൽക്ക് കോട്ടൺ. ഇത് പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഇത് കുത്തിക്കൊണ്ട് പോകും. 700 സാരി അടിപൊളി കേട്ടോ. സത്യം പറയാലോ ഇത് എങ്ങനെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊന്നും എനിക്കറിയില്ല. അതൊരു ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവല് തന്നെയാണ് കേട്ടോ. ഇതിൽ ഞങ്ങൾക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെന്റൽസും ഉണ്ട്, സെയിലും ഉണ്ട്. ജ്വല്ലറി ഇത് മധുബനി പ്രിന്റ്സിൽ വരുന്ന സാരികളാണ്. ഫുള്ള് ഓപ്പൺ ചെയ്ത് നമ്മള് ഉടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഇത് 120 കൗണ്ട് ആണ്. ഇതിന്റെ 100 കൗണ്ട് സാരീസും ഉണ്ട് വേറെ. ഹാൻഡ് പിക്ഡ് കളക്ഷൻ ആണ്. ഒരു 10 സാരി കണ്ടാൽ അതിലൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കണം ഞങ്ങളുടെ സാരി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാം, ഇതൊരു റീറ്റെയിൽ വീഡിയോ ആണ്. കുറേ പേരുടെ പരാതി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റീറ്റെയിൽ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കാശില്ലാത്തവർക്ക് അടിപൊളി ഐറ്റം അകത്തുണ്ട് കേട്ടോ. എന്തായാലും അതാ പറയാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? എക്സാക്ട് പറയുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലും മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് കാണിച്ചു കൊടുത്ത ആ ഏരിയ ഒന്ന്. ഇതൊരു ജംഗ്ഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ആക്സസ് ആണ് നമുക്ക് വരാനും പോകാനും, അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം. അപ്പോൾ ഈ ഒരു ഏരിയ ഒരു ജംഗ്ഷനാണ്. ആലപ്പുഴക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതാ ഏരിയ എന്നുള്ളത്. അപ്പോൾ ആലപ്പുഴയിൽ ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടേക്കാണ്. വിയോര എന്ന് പറയുന്നത് എന്താണ് അത് നമുക്ക് അകത്ത് ചെന്ന് ചോദിക്കാം. പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പ്രീമിയം വേണ്ടവർക്ക് പ്രീമിയം, സാധാരണക്കാർക്ക് വേണ്ടവർക്ക് സാധാരണക്കാർക്ക്, ഇനി റെന്റൽ വേണ്ടവർക്ക് റെന്റൽ. അപ്പം അങ്ങനെ മൂന്നും കൂടിയിട്ടുള്ള ഒരു കോംബോ ആണ് ഈ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെറൈറ്റീസ് ഉണ്ട്, എന്നാൽ റേറ്റ് കുറവ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു നാട്ടുപുരത്ത് നമുക്ക് ബഡ്ജറ്റിൽ കിട്ടാവുന്നതാണ് ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് കിട്ടുന്ന ഒരു ഫീലിംഗ്. അതിൽ സാരീസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, ജ്വല്ലറീസ് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് കൊണ്ട് വെറൈറ്റീസ്. അപ്പം ഇനി പാർക്കിംഗ് സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വായോ, പാർക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട്. വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അങ്ങോട്ട് കയറിപ്പോകും. അപ്പോൾ നമുക്കൊന്ന് പോയാലോ, വാ. അപ്പോൾ ആലപ്പുഴയാണ് കേട്ടോ. പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ കയറി പോവാം, വാ. അപ്പോൾ കയറി വരും മക്കളെ, കയറി വായോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് സാധാരണ ഉള്ളിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോകാൻ താല്പര്യമില്ലാത്തവരുണ്ടാവില്ല. അവർക്കുള്ള ഒരു ഏരിയയാണ് റെസ്റ്റ് ഏരിയ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് വിശാലമായിട്ട് AC ഒക്കെ കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടോ. ഈ ഒരു സ്പേസ് കൂടാണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഭയങ്കര. പിന്നെ ഇത് മാത്രമല്ല, ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ശരിക്കുള്ള ലുക്ക് നമുക്ക് കാണാൻ പറ്റുക. ഒരു ഇവിടെയാണ് 3 സെക്ഷനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ഡെയിലി വെയറിൻ്റെ സെക്ഷൻ. പിന്നെ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഡെയിലി വെയർ സെക്ഷൻ കൂടാണ്ട് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ അകത്തേക്ക് കയറി. കൂടെ ഹസ്ബൻഡാന്ന് തോന്നുന്നത്. അത് കാഞ്ചീപുരത്തിൻ്റെ സെക്ഷനാണ് നമ്മുടെ ഒരു പ്രീമിയം കളക്ഷൻ. പിന്നെ അപ്പുറത്തെ സൈഡാണെങ്കിൽ നമുക്ക് റെൻ്റൽ ഏരിയയും കൂടി വരുന്നത്. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടെ വൈഫ് ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ആലപ്പുഴക്കാരാണോ? അതെ. ഇവിടെ എങ്ങനെ അറിഞ്ഞിട്ട് വന്നത്? പേപ്പറിൽ പരസ്യം കണ്ടിട്ട് അങ്ങനെ വന്നതാണല്ലേ. വൈഫ് പെട്ടെന്ന് എന്നെ കൊണ്ട് വിളിക്കാൻ അങ്ങോട്ട് ഡ്രസ്സ് മാറാൻ ഓടിയില്ലേ? എന്താ ഡെയിലി വെയറിനെയാണോ എടുക്കാൻ വന്നിരിക്കുന്നത്? എന്താ ഫംഗ്ഷനാണോ? ഫംഗ്ഷനാണോ? ഓക്കെ, ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഡെയിലി വെയർ ആയിക്കോട്ടെ, എന്ത് ഐറ്റംസിന് ഇവിടെ ഡ്രസ്സ് കിട്ടും. ഇനിയിപ്പോൾ എന്ത് ഫംഗ്ഷനാ? മാരേജിന്. അടിപൊളി, എന്തായാലും നടക്കട്ടെ. എന്തായാലും ആളുടെ ഡ്രസ്സ് ഇട്ടതിൻ്റെ ഒരു ലുക്ക് എന്തായാലും നമുക്ക് കാണാം അല്ലേ? നിങ്ങൾ വർക്ക് ചെയ്യുക ഗൾഫിലായിരുന്നു. ഓക്കെ, അടിപൊളി. നമുക്ക് നല്ല അവരെ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും അവരെ വേണ്ടി മാത്രമല്ല, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഓണേഴ്സും ഇവിടുത്തെ സ്റ്റാഫും ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ അവരെ ആ കസ്റ്റമറുടെ കൂടെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.
ചേച്ചിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ്. ഓ ഇറങ്ങി തുറന്നപ്പോഴേക്ക് വയ്യ. ഇത് ചേച്ചി ഇട്ട് വന്നതാ അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ടതാ? ഇവിടുന്ന് എടുത്തിട്ടാണ്. ഇതാണോ സെലക്ട് ഇതാണ് സെലക്ട് ചെയ്തത്. ചേച്ചിയുടെ ഡ്രസ്സ് ഏതായിരുന്നു? എന്റെ ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ. ഓ അടിപൊളി. ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. ഏതാ ഇഷ്ടപ്പെട്ട മൊത്തത്തിൽ? ഏതാ 3 എണ്ണം ഇപ്പൊ കൊണ്ടുപോയി? 3 കൊണ്ട് ഇത് 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ട, അത് വേണ്ട, ഇത് രണ്ടും എടുത്തു. സെലക്ട് ചെയ്തു. ഒരെണ്ണം കോട്ടന്റെ എടുത്തിട്ടുണ്ട് അനുസരിച്ചിട്ട്. ഇതൊന്ന് മാറ്റി വെച്ചേ. എന്നിട്ട് ഇത് 3 പീസിന്റെ 3 പീസിനെ സെലക്ട് ചെയ്തു. അടിപൊളി. പാർട്ടി വെയർ ആണ്, കല്യാണത്തിന് പോണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് സെലക്ട് ചെയ്തു. ഇതൊന്ന് നിവർത്തി കാണിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ലുക്ക്? ടോപ്പ് ഇത് കോട്ടൺ അല്ലേ? ഇത് കോട്ടൺ ആണ്. മറിച്ചിടണം തോന്നുന്നു. മറിച്ചിടട്ടെ. അല്ല ശരിക്കും ഞാൻ തോന്നുന്നു. അല്ല ശരിക്കാണ്. അതുകൊണ്ട് ഇതാണ് എന്റെ ലുക്ക്. ഇതാണ് പിന്നെ എടുത്തിരിക്കുന്ന സംഭവം. ഇതാണ് കോട്ടന്റെ 2 പീസിന്റെ കളക്ഷൻസ്. അപ്പൊ അവിടെ ഇഷ്ടപ്പെട്ടു. ഇനി വേറെ നോക്കില്ല. ഇവരിപ്പൊ ജസ്റ്റ് വന്ന് കേറുമ്പോഴേക്കും കിട്ടിയില്ലേ? ആദ്യം നേരം ഒന്നും എടുക്കേണ്ടി വന്നില്ലേ? പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ. എന്തായാലും നടക്കട്ടെ. ഹസ്ബൻഡ് എന്തെങ്കിലും പറയാണ്ട? വൈഫിനെ കണ്ടിട്ട് എന്തെങ്കിലും പറയാണ്ട? പുതിയ ലുക്കിൽ വന്നിട്ട് സൂപ്പറാണ്, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടാ? ഏതാ ഇഷ്ടപ്പെട്ട? കയ്യിലെടുക്കുന്ന ഉടുത്തതാ? രണ്ടും ഇഷ്ടപ്പെട്ടിട്ട് നോക്കിട്ട് ഇവിടുന്ന് നോക്കിട്ട് നമ്മളാണ് സെലക്ട് ചെയ്ത് കൊടുത്തേ. കട ഭർത്ത ഇതുപോലെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഞങ്ങൾ വരത്തില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായില്ലേ. ഇനി കടയുടെ ഓണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഇവര് രണ്ടുപേരും നിൽക്കണവരാണ് ഓണേഴ്സ്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. പേരൊന്ന് പറഞ്ഞേ. ആര്യ. നമുക്ക് എന്തായാലും ഇവരൊന്ന് ഡീൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫുൾ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണണ്ടേ, എന്താണ് ഏതാണെന്ന്. കടയുടെ പേര് വരുന്ന പറയണ. എന്തായാലും ഇവരൊന്ന് ഡീൽ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. കസ്റ്റമേഴ്സ് വന്നും പോയി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ? എന്തൊരു സമാധാനത്തിലായിരിക്കണം. ഞങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചതായോ? ഇതാണ് നമ്മൾ പറഞ്ഞ 2 ഓണേഴ്സ്. അപ്പൊ ആരാ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് ആര്യ. രമ്യ. അപ്പൊ ഇവര് രണ്ടുപേരും ഇന്ന് നമുക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കാണിക്കാം. അപ്പൊ ഇവിടെ 3 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ്. എങ്ങനെയൊക്കെയാണ്? ഇത് നമ്മുടെ ഡെയിലി വെയർ ആണ്. ഡെയിലി വെയർ കുർത്തീസ് 3 പീസ് 2 പീസ് അല്ലാണ്ട് അവിടെ ഡെയിലി വെയർ വർക്ക് വെയർ സാരീസ് ഒരു 450 മുതൽ ഒരു 3000 വരെയുള്ള വർക്ക് വെയർ സാരീസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ അതുപോലെ തന്നെ കൂടുതലും നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് കൂടുതലും ജയ്പൂർ കോട്ടൺ ആണുള്ളത്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അല്ല, മൊത്തത്തിൽ ഇപ്പൊ കോട്ടൺ മസ്റ്റ് ആയിട്ടുണ്ട്. അത്രയ്ക്കും ചൂടാണ്. അപ്പൊ അതിന് ജയ്പൂരി കോട്ടൺ കളക്ഷൻസ്. പിന്നെ 2 സെക്ഷൻ ഉണ്ട്. അപ്പുറത്തെ ഒരു സെക്ഷനും ഉണ്ട്, ഇപ്പുറത്തെ ഒരു സെക്ഷനും ഉണ്ട്. അപ്പുറത്തെ സെക്ഷൻ എന്താ? അപ്പുറത്ത് കുറച്ച് പ്രീമിയം സാരീസ് ആണ്. കാഞ്ചീപുരം ഉണ്ട്, ചെട്ടിനാട് കോട്ടൺ ഉണ്ട്, ചെട്ടിനാട് സിൽക്ക് കോട്ടൺ ഉണ്ട്, അങ്ങനെ കുറച്ച് ഓർഗാൻസ, അങ്ങനെ കുറച്ച് പ്രീമിയം സാരീസ് ആണ് അപ്പുറത്തെ കളക്ഷൻ. ഓക്കെ. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുമോ? കാഞ്ചീപുരം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡ് കുറച്ച് കളക്ഷൻസ് കൂടി കാണുന്നുണ്ട്, കുറച്ച് ജ്വല്ലറീസും കാണുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ എന്താ തന്നെ? ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെന്റൽസും ഉണ്ട്, സെയിലും ഉണ്ട്. ജ്വല്ലറി ഒരു 1000 വരെ നമ്മൾ സെയിലുണ്ട്. എബവ് 1000 നമ്മൾ ബ്രൈഡൽ ഗോൾഡ് പ്ലേറ്റഡ് ആൻറ്റിക് മെഹന്തി ഡിസൈൻസ് അങ്ങനെയുള്ളതെല്ലാം റെന്റൽസിലാണുള്ളത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ 3 സെക്ഷൻ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാർ തൊട്ട് പ്രീമിയം വരെ ആൾക്കാർക്ക് ഇവിടെ എൻട്രി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസ് കിട്ടും. എന്തായാലും ഞാൻ ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം ഇവരെ കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് തരുമോ? ഇതൊക്കെയാണ് കളക്ഷൻസ് ഒക്കെ. എന്തായാലും ഇരിക്കുന്ന കൂടുതലും ജയ്പൂരി കളക്ഷൻസ് ആണ്. ഓരോന്നും നോക്കാം നമുക്ക്. ജയ്പൂരി കളക്ഷൻ ആണ്. ഇതെല്ലാം ജയ്പൂർ കോട്ടൺ ആണ്. 3 പീസ് സെറ്റ് ആണ്. 3 പീസ് സെറ്റിൽ വരുന്നത്. അപ്പൊ ഇതൊരു റീറ്റെയിൽ ഷോപ്പും കൂടിയാണ്. സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് എങ്ങനെയാ ഈ ഓൺലൈനായിട്ട് നിങ്ങൾ കൊടുക്കും? ഓൺലൈൻ അവൈലബിൾ ആണ്. അതുപോലെ അത് സിംഗിൾ പീസ് വേണമെന്ന് വെച്ചാൽ എവിടെ സ്ഥലം കാര്യങ്ങളും ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ ഇത് പക്ക പ്യുവർ കോട്ടണില്, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. ജയ്പൂർ കോട്ടണില് നമ്മുടെ ക്ലൈമറ്റിന് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഓക്കെ. അതുപോലെ തന്നെ സൈഡ് പാച്ച് വർക്കും ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ദുപ്പട്ട. അപ്പൊ ദുപ്പട്ട അടിപൊളി ഒരു ദുപ്പട്ടൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു ബാന്തിനിയുടെ വരുന്നല്ലേ? ഇതിൽ കളേഴ്സ് ചോദിച്ചാൽ ഉണ്ടാവോ? എങ്ങനെയാ? ഇതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട്. പിന്നെ മീഡിയം ടു ലാർജ് സൈസ്, എക്സൽ സൈസ്, പ്ലസ് സൈസ് എങ്ങനെയാ വരുന്നത്? നമുക്ക് പ്ലസ് സൈസ് അവൈലബിൾ ആണ്. പ്ലസ് സൈസ് അവൈലബിൾ ആണ്. 3XL വരെ ഉണ്ട്. ഓക്കെ. ഇത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇട്ടതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ
പറയണ്ടേ ഈ ഒരു കളക്ഷൻ എവിടെ നിന്നാന്നുള്ള ഇവിടുന്ന് തന്നെയാണ്. ഇത് സിംഗിൾ പീസ് ആണോ അല്ലെങ്കിൽ അത് സിംഗിൾ പീസ് ആണ്. അത് സിംഗിൾ പീസ് റയർ പീസ് ഷെൽമിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ എടുത്തു വെച്ച പോലെയുണ്ട്. ഇത് കൊടുക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഇതും ഒരു ജയ്പൂരി കളക്ഷൻ ആണ്. ടോപ്പ് മാത്രമാണ്. ഇനി ഇതിൻ്റെ റേറ്റ് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പറയില്ല, കാരണം ഇതൊരു സിംഗിൾ പീസാണ്. ഇതിൻ്റെ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരൂലേ? നിങ്ങൾക്ക് ഇങ്ങനെ പേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? പേജ് ഉണ്ട്, ഞങ്ങൾക്ക് ഇൻസ്റ്റയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്ക്. ഓക്കെ. ഇനി ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ കളേഴ്സ് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കില്ല, കൂടുതൽ വെറൈറ്റീസ് കാണിക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ തന്നെ കളക്ഷൻസ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് ഒരാൾ. ഇത് ഇവിടുത്തെ തന്നെയല്ലേ? ഇത് ഇവിടെ, പക്ഷെ ഇത് കുറച്ച് പ്രീമിയം അല്ലേ? നമ്മളെ വിട്ടിട്ട് ഒരു പ്രീമിയം സെക്ഷൻ. ഇതൊരു ഞാൻ ഇട്ടേക്കണ പക്ക സിമ്പിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി റേഞ്ച് കൂടിയ ടൈപ്പ് ഇത്, പിന്നെ ഒരു പൊടിക്ക് കൂടി റേഞ്ച് കൂടിയത് ഇത്. അപ്പോൾ എല്ലാം കാറ്റഗറിയിലും ഉണ്ട്. ഇതിലൊക്കെ നല്ല കാന്ത വർക്കൊക്കെ ചെയ്തിട്ട് കണ്ടോ. ടെസറിൽ ഫുൾ പക്ക പ്യുവർ കാന്ത വർക്കാണ് ഇതിൽ ചെയ്തിരിക്കണം. വർക്ക് ഇതിൻ്റെ തന്നെ സാരീസും അവൈലബിൾ ആണ്. അതുപോലെ ഇനി അടുത്തതും നമുക്ക് നോക്കാം. അടുത്തത് വരുന്നതും കോട്ടണിൽ തന്നെയാണ്. കുറച്ച് വെറൈറ്റീസ് വേഗം പറഞ്ഞോ. വെറൈറ്റീസ് സിംഗിൾ പീസസ് ആയിട്ട് അവൈലബിൾ ആണ്. റീറ്റെയിലാണ്. ഹോൾസെയിലായിട്ട് മേടിക്കുന്ന ഒരു നിർബന്ധമില്ല. കാരണം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചേച്ചി ഫസ്റ്റിൽ തന്നെ റീറ്റെയിലാണെങ്കിൽ റീറ്റെയിൽ ഒന്ന് പറഞ്ഞുകൂടെ? അതെ, റീറ്റെയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. 3 പീസിൻ്റെ കളക്ഷൻ. ഇതും 3 പീസാണ്. കൂടുതൽ ഈ ഒരു ഷെയ്ഡ് ഇപ്പം ഇത്തിരി ട്രെൻഡിൽ നിൽക്കാല്ലേ, ഈ ഒരു റെസ്റ്റോറൻറ്റ് ഷെയ്ഡ്. ഇതിൽ പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് 3 പീസ് തന്നെയാണ് വിത്ത് ദുപ്പട്ട ഫുൾ പ്രിൻറ്റോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ലോക്കൽ ഇങ്ങനെ ചീപ്പായിട്ടുള്ള അങ്ങനത്തെ ഒരു ക്വാളിറ്റിയും ഇവിടെ കാണാൻ കിട്ടില്ല. ഇതൊരു അങ്ങനത്തെ മീൻസ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഒരു ആയാലും ഇവിടെ ക്വാളിറ്റിക്ക് ഒന്നും കുറവില്ല കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇത് നോക്കിയത് ബ്ലാക്കിൽ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അടിയിൽ ഇങ്ങനെ വർക്ക്, എവിടെയോ വർക്ക് കണ്ടല്ലോ സ്ലീവിൽ. ഇതാ സ്ലീവ് പോർഷനിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലും വന്നിട്ടുള്ളത്. പിന്നെ ഇത് നോക്കിയാൽ ഇതൊക്കെ നമ്മൾ കോട്ടൺ ആണ് കേട്ടോ. ഇപ്പോൾ കാലാവസ്ഥ മാത്രമല്ല, എല്ലാവർക്കും കോട്ടൺ ഡ്രസ്സ്. സൂര്യ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ടീമുകളാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഓഫീസിലേക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് നല്ല അടിപൊളി കളക്ഷനാണ്. ദുപ്പട്ടയൊക്കെ നല്ല ആപ്ലിക് വർക്ക്. പറഞ്ഞോളൂ. ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ്. നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഇവിടുത്തെ ചൂടത്തൊക്കെ ഉപയോഗിക്കാനും പറ്റും. അതെ, ഇവിടുത്തെ ഈ ചൂട്ടത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ആപ്ലിക് വർക്കിൻ്റെ കളക്ഷൻ എന്നുവെച്ചാൽ എല്ലാവരും പറയും ലൈറ്റ് ഷെയ്ഡ് ഇടണം ചൂട് വരുമ്പോൾ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഫീൽഡിൽ കുറച്ച് നാളായില്ലോ. മീൻസ് സാധാരണ ചൂട് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഇടണം, അല്ലാത്ത സമയത്ത് ഡാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൂടും എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനും. ഫീലൊന്നും ചെയ്തിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ അവരവരുടെ ടൈമിന് പറയണത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കണത്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഞാൻ ചൂടായാലും വെയിൽ ഏത് ഇതിലും ഞാൻ ഇടുക. അപ്പോൾ അങ്ങനെ വെറുതെ പറയണതാണ്. അപ്പോൾ ബ്ലാക്കും നമുക്ക് ചൂട്ടത്ത് ഇടാം. ഇനി ഇത് നോക്കിയാൽ റെസ്റ്റോറൻറ്റിൽ നല്ല ഷെയ്ഡ് കേട്ടോ. എനിക്ക് ഏകദേശം നമുക്ക് നമ്മുടെ ഈ ഇട്ടതിൻ്റെ റേറ്റ് പറയാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ. ഒന്ന് പറഞ്ഞേ. 799. ഇങ്ങോരെ കൂടുതൽ ഡീൽ ചെയ്യുന്നല്ലേ. ഇത് നോക്കിയേ, റെസ്റ്റോറൻറ്റ് ഷെയ്ഡിൽ കേട്ടോ. ഇതിലിങ്ങനെ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇട്ടതിൻ്റെ റേറ്റ് ഇപ്പം പറയാം, 799. നല്ല ഫീലാണ് കേട്ടോ. അതുപോലെ വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇതൊന്നും വേണ്ട, നമുക്കൊരു ഫങ്ഷനായിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് റെൻറ്റലിലേക്ക് കയറാം. അവിടെ ജ്വല്ലറീസ് ആയാലും ലെഹങ്കാസ് ആയാലും അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട് അല്ലേ. ഇനിയും കുറച്ചുകൂടി കളക്ഷൻസ് കാണുന്നുണ്ട്. ഇനി കോട്ടൺ വിട്ടിട്ട് ടീനേജിലൊക്കെ ഉള്ളവർക്ക് കോട്ട് സെറ്റ് പോലത്തെ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊളിപ്പിച്ച് കഴിയുന്നുള്ള അപ്പുറത്തേക്ക് പോയേനിപ്പോൾ ഞാൻ ഇത് ഒരു മിനിറ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഒന്ന് വന്നാലും അതിൽ കറക്റ്റ് സെറ്റ് ആവുള്ളൂ. ഇതിങ്ങനെ ടോപ്പ് ഇങ്ങനെ വരും. അപ്പോൾ ഒരു ടീനേജുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. സൈഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതും കോട്ടണിലാണ് വരുന്നത്. പിന്നെ ഇതും ടീനേജിന് അല്ലേ? ടീനേജിനുള്ളതാണ്. ഇതും ടീനേജിന് സ്ലീവ്ലെസ് അല്ലേ? അംബ്രേല സ്റ്റൈലിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇതെല്ലാം ജീൻസിന് കുർത്തീസ് ജയ്പൂർ കോട്ടണിൽ തന്നെയാണ്. പക്ഷേ ഈ ഷോർട്ട് കുർത്തി നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ രീതി എന്ന് പറയണത്, ഇതിൻ്റെ മെയിൻ എന്ന് പറയണത് എനിക്ക് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കൂടുതൽ ഇഷ്ടമായത്. ഇവിടെ കുറച്ച് തുണി കൂടുതലുണ്ട് ഇതിൽ. ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു അടിപൊളി. ഇത് മൽക്കോട്ടൻ
ഇതിലും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര് എന്താ വരുന്നത്? വെയോറ. വെയോറ ഇതെന്താ, അതിൻ്റെ മീനിങ് എന്താ? വെയോറ അത് ഇംഗ്ലീഷ് വേർഡ് അല്ല, അത് ഓറ എന്നുള്ള വാക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഓറയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ലക്കി ലെറ്റർ വി, അതുകൂടെ വി. വി മക്കളുടെ പേരാണോ? അല്ലല്ല, വി എൻ്റെ ലക്കി ലെറ്റർ വി. അപ്പം അങ്ങനെ ആ ഓറയുടെ കൂടെ വിയൂടെ ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു വേർഡാ വെയോറ. അതൊരു ഇംഗ്ലീഷ് വേർഡ് ഒന്നും അല്ലത്. അതല്ല, എന്നാലും ഒരു വെറൈറ്റി പേരായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട്, പേര് നന്നായിട്ടുണ്ട്, അടിപൊളി. ഞാൻ ആദ്യം ഇത് പ്രൊണൗൺസ് എങ്ങനെ ചെയ്യാ എല്ലാരും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇല്ലേ, 1000 തവണ ഇമ്പോസിഷൻ എഴുതിയിട്ടാണ് ഞാനിത് പഠിച്ചത്. വെയ്യോര കണ്ട, ഇപ്പം തെറ്റു. ഇനി ഇമ്പോസിഷൻ എഴുതാൻ പറയായിരിക്കും കേട്ടോ. ഇത് ഷോർട്ട് കുർത്തിയാണ്. ഇതും ഷോർട്ടിൽ തന്നെ ബാക്കിൽ ഇങ്ങനെ നമുക്ക് ഫ്രില്ലൊക്കെ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം നാളത്തേക്ക് നമ്മൾ കയ്യിൽ ഉണ്ടാവില്ല, പെട്ടെന്ന് വന്ന് എടുക്കുക. കാരണം വെച്ചാൽ ഓൺലൈൻ കൂടിയും അവൈലബിൾ ആയിരിക്കും. നമ്മൾ വിചാരിക്കാം സ്റ്റോറിൽ പോയിട്ട് നമുക്ക് പതുക്കനെ സമാധാനത്തിൽ പോയിട്ട് എടുക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഓൺലൈനിൽ അപ്പം തന്നെ അല്ലേ? എന്താ അഭിപ്രായം? ശരിയല്ലേ? ഞങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ സെയിൽ ചെയ്ത് അങ്ങനെ പോകാറുണ്ടോ? ഓക്കെ, ഗ്രൂപ്പിലായാലും അതുപോലെ തന്നെ ഇവരുടെ ഓൺലൈൻ പേജ് ഉണ്ട്. ആ പേജ് ത്രൂ ആയാലും സെയിൽസ് നടന്നുകൊണ്ടിരിക്കേണ്ടത്. ഇവിടെ വന്നുകൊണ്ട് മാത്രമല്ല സെയിൽ. അപ്പോൾ 3 രീതിയിൽ സെയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഐറ്റം എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ? ശരി, ഓക്കെ. പിന്നെ ബ്ലാക്ക് കണ്ടോ, വി ഇതിൽ തന്നെ ഷോർട്ടിൽ തന്നെ ഇതിൽ ഫുൾ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഇതിൽ നമ്മുടെ ഒരു നോർത്ത് ജയ്പൂരി കളക്ഷൻസ്. ആ ഒരു ഷോർട്ട് കുർത്തിക്കൊക്കെ എത്ര റേറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്? ഷോർട്ട് കുർത്തി എല്ലാം 450 തുടങ്ങുന്നുണ്ട്. 450 കേട്ടോ. അപ്പോൾ നമുക്ക് ജീൻസിനോ പാൻറ്റിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. മാച്ചിങ് ചെയ്യാണെങ്കിൽ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ അല്ലേ? അതെ, അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ആക്കി തരും. ഡ്രസ്സസ് ആണ് ഇത്, ടീനേജേഴ്സിനുള്ള കോട്ടണിൽ തന്നെയുള്ള ഡ്രസ്സാണ്. ഇത് നന്നായിട്ട് അല്ലേ, ഒരു വെസ്റ്റേൺ ടച്ചിൽ വരുന്നത് അല്ലേ? എന്നാൽ കോട്ടൺ വേണ്ടവർക്ക് കോട്ടനും, സിമ്പിൾ ലൈറ്റ് വെയിറ്റ് 60 കോട്ടണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇത് അടിപൊളി കോമ്പിനേഷൻസ് ഉണ്ട്. ഇത് സാങ്കനേറി പ്രിന്റിൽ വരുന്നത് കേട്ടോ, ലൈറ്റ് വെയിറ്റിൽ. ഇതും നല്ല അടിപൊളി കളക്ഷൻസ് അടിപൊളിയാണ്. ഇതൊക്കെ ടൂറിസ്റ്റ് സ്റ്റൈലിൽ വരുന്ന ഒരു കളക്ഷൻസ്. ഇനി ഞാൻ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇന്ന് ഞാൻ തന്നെ മടക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടുന്ന് പതുക്കനെ ഒന്ന് സ്കൂട്ടാവാം. ഇനി ഇതിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സാരീസിൻ്റെ ഒരു സെക്ഷനും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം അല്ലേ? ഈ ഒരു സെക്ഷനും കൂടി നോക്കാം അല്ലേ? അപ്പം ഇത് വരുന്നത് ഫുൾ സാരീസിൻ്റെ ഒരു സെക്ഷൻ. ഇവിടെ സ്റ്റാർട്ടിങ് എത്ര തൊട്ട് വരും? 450 മുതൽ 450 തൊട്ട്. നമുക്ക് കുറച്ചൊക്കെ സാരിയുടെ വെറൈറ്റീസ് ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്നല്ല, കാണാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും എടുത്ത് കാണിച്ചേ പറ്റുള്ളൂ. ഇത് മധുബനി പ്രിന്റ്സിൽ വരുന്ന സാരികളാണ്. നോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഹാൻഡ് വർക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ നിവർത്തണോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇതിന്റെ പ്രിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അത്രയും സൂപ്പർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ കളക്ഷനാണ്. ഇതൊന്നും ആ ഭാഗം ഒന്ന് പൊന്തിച്ചാൽ മതി. ഇപ്പോൾ അവിടെ അല്ല ഇവിടെ പിടിച്ചോ, ഇവിടെ ഈ സൈഡ് ഒന്ന് ബ്ലൗസാണ് വരുന്നത്. ഇതൊന്നും പൊന്തിക്കൂ. ഇത് വിട്. ഈ വർക്ക് കാണിക്കാനാണ്. ഇതാണ് ഇതിന്റെ നമ്മുടെ മുന്താണിയുടെ പോർഷൻ. ഈ ഒരു വർക്ക്, ഈ ഒരു പ്രിന്റ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് മുന്താണിയുടെ വർക്കാണ്. പക്ഷെ ഉള്ളിലേക്ക് ചെല്ലും തോറും അതിൽ ഒരുപാട് വെറൈറ്റീസ് ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഈ ഒരു പോർഷൻ കൂടി തുറന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുള്ള ഡിസൈൻസ്. ആക്ച്വലി ഇത് പ്രിന്റ് ആണ് അല്ലേ ഫുൾ വരുന്നത്. അതിൽ ഫുൾ വർക്ക് വന്നിട്ട് മധുബനി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ ഹാൻഡ് പിക്ക് ഐറ്റംസ് ആണ്. ഹാൻഡ് പിക്ഡ് ഐറ്റംസ് ആണ്. ഇങ്ങനത്തെ കളർ വേരിയൻസ് ഉണ്ട്. 2400 അത്രേ ഉള്ളൂ. ഞാൻ അതിനേക്കാൾ കൂടുതലാവുന്ന വിചാരിച്ചത്. പക്ഷെ 2500 ഇത്രയും നല്ല 2400 പിന്നെയും കുറഞ്ഞു. ഓക്കെ, 2400 ഇത്രയും നല്ല അടിപൊളി വെറൈറ്റി സാരീസ് വിത്ത് ഫ്രഞ്ച് നോട്ടിൽ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് കൈയോടെ തന്നെ മടക്കാം അല്ലേ? ഇതിൽ ഈ ഒരു പോർഷനാണ് കേട്ടോ നമ്മുടെ ബ്ലൗസ് പോർഷൻ വരുന്നത്. ഈ ഒരു പോർഷൻ കണ്ടോ, ഫുള്ളിങ്ങനെ വർക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ഇതിൻ്റെ വർക്കൊക്കെ ഇഷ്ടമായിട്ടോ. ശരിക്കും ആ സൂം ചെയ്താൽ അതിൻ്റെ ആ ഒരു ഫ്രഞ്ച് നോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതൊക്കെ ഫ്രഞ്ച് നോട്ട്. ഒരു സാരി നിവർത്തിയുള്ളൂ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ യൂണിക് സാരികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, ഇനി ആ കാഞ്ചീപുരം സൈഡിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ബോധം കെടും, ഇങ്ങനെ വീടും ചിലപ്പോൾ. ഞാൻ അത്രയ്ക്ക് വെറൈറ്റീസ്. ഇതും അതിൽ പെട്ടത് തന്നെയാ. ഇതിലൊക്കെ ഡിഫറെന്റ് ഉള്ളിലത്തെ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? സെയിം കൈൻഡ് ഓഫ് സാരിയാണ്, അതിൽ ഡിഫറെന്റ് പാറ്റേൺസ്. ഓക്കെ, സെയിം റേഞ്ച്.
ആ നമുക്ക് ഇതിൻ്റെ മുന്താണി പോർഷൻ മാത്രം കാണിച്ചു കൊടുക്കാം, ബാക്കി ഉള്ളിലത്തെ അവിടെ നിൽക്കട്ടെ. ഇത് പിടിച്ചോ, കണ്ടോ, ഇത് മുന്താണി പോർഷൻ. പിന്നെ ഇതൊക്കെ തൊടുമ്പോഴുള്ള ഒരു ഫീലിങ്ങില്ലേ, നല്ലൊരു സോഫ്റ്റ്നെസ്. ആ ഒരു ഹാൻഡ് പിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്തത് തന്നെയാണ്, അതേപോലത്തെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മുന്താണിയുടെ പോർഷൻ വിത്ത് ഫ്രഞ്ച് നോട്ടിൽ വരുന്നത്. ഓൺലി 2400. ഞാൻ റേഞ്ച് പഠിച്ചു. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഐറ്റംസും ഇവരെ 2400 റേഞ്ച് ആട്ടോ. ഇനി വേറെ ചിന്തിക്കാനൊന്നുമില്ല. ഇത് മടക്കണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് പോവാം. ഓക്കെ, ഇതിൽ തന്നെ അടുത്ത വെറൈറ്റീസ്. ഇതിൽ തന്നെ മിറർ വർക്ക് വരുന്നതായത്. അപ്പോൾ കുറച്ച് റേഞ്ച് കൂടും? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളുടെ ഷോപ്പിന് അങ്ങനെയൊന്നും പറയില്ല. സെയിം റേറ്റാണ്, അതിനൊന്നും മാറ്റില്ല. നമുക്ക് ആ പോർഷൻ എടുത്താം. ഇതൊക്കെ മിറർ വർക്കാണ്, പക്ഷെ മുന്താണി ഇത്തിരി സിമ്പിളാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഓവറോൾ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റ് ഷെയ്ഡാണല്ലോ എല്ലാവർക്കും വേണ്ടത്, ആ ഒരു ഷെയ്ഡും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഓൺലൈനിൽ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസാണ് ഈ മൊത്തം ഇരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിലേ ഇരിക്കുന്ന മൊത്തം ഒരു കെട്ട്, മൊത്തം ഇതിൻ്റെ ഒരുപാട് വേറെ വേറെ പ്രിൻസുകളാണ് ഇരിക്കുന്നത്. എന്നാൽ എല്ലാത്തിലും ഫ്രഞ്ച് നോട്ട് വരുന്നുണ്ട്. ഇതും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും വരുന്നത്. ഇനി ഇതൊക്കെ എന്താ, വീണ്ടും പക്ഷെ അതിൽ ഫ്രഞ്ച് നോട്ട് വരുന്നില്ല. മധുബനിയിൽ കുറച്ച് സിമ്പിളായിട്ട്. പക്ഷെ ഇതെങ്ങനെ സിമ്പിൾ എന്ന് പറയാൻ പറ്റുക, ഇതിലും ഉണ്ട് അത്യാവശ്യം വർക്ക്. ഇതാണ് മുന്താണി പോർഷൻ. ഇതാണ് മുന്താണി. അപ്പോൾ ഈ ഇങ്ങോട്ട് പിടിച്ചോ, ഇതാണ് നമ്മുടെ മുന്താണിയുടെ പോർഷൻ. ഇതിലാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് റേറ്റ് ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. 1200. പക്ഷെ ഫ്രഞ്ച് നോട്ട് എന്ന് പറയുമ്പോൾ അത് പക്ക ഹാൻഡ് വർക്കിൽ ചെയ്യുന്നതാണ്. അതിന് പൈസ കൊടുത്തേ മതിയാവും. അത് എത്ര ദിവസം കൊണ്ട് ഇരുന്ന് ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷെ അത് ഇതിലില്ലാത്തത് കൊണ്ട് അതിന് അത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും മധുബാനി സാരി ഓൺലി 1200 അത്രേ ഉള്ളൂ. ഇതിൽ തന്നെ ഒരുപാട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ വൈറ്റ് കാണുന്നുണ്ട് എനിക്ക്. വൈറ്റിനേക്കാളും നല്ലതൊരു വെറൈറ്റി എടുക്കുന്നുണ്ട്. ഇത് വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഞാനിത് നമ്മുടെ നാട്ടിൽ ഇത്തിരി കുറവാണ് കണ്ടിരിക്കുന്നത്. പ്രിന്റഡ് സിൽക്ക് നമ്മുടെ നാട്ടിൽ ഇത് കിട്ടും. പക്ഷെ ഞാനിത് ഉടുത്തിട്ടുണ്ട്. അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ, നല്ല സുഖമാണ് ഉടുക്കാനായിട്ട്. നമ്മൾ ഒരു വേറെ ലെവല് തന്നെയാണ് കേട്ടോ. ഒരു സാരി ഉടുത്താൽ ആ ഫീലിംഗ് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇത് മടക്കാൻ ബുദ്ധിമുട്ടാവൂല, സിൽക്ക് ആയതുകൊണ്ട് എനിക്കറിയാം. അതിൻ്റെ എന്ന് വെച്ചാൽ കുഴഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ജോർജറ്റിൻ്റെ ഫീലിംഗ്. പക്ഷെ ഡിസൈൻസ് നമുക്ക് കാണിക്കാമല്ലോ. ഇതാ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഡിസൈൻസ് കാണാം. ഇതാ ഇങ്ങനെ പിടിച്ചോ, ഇതാ ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ പിടിച്ചുവിടും ഇങ്ങനെ. ഞാൻ വെറുതെ ഒന്ന് പതുക്കനെ ഒന്ന് പൊന്തിക്കാം കേട്ടോ. കണ്ട സിൽക്ക് എന്ന് പറഞ്ഞാൽ അത് പ്യുവർ സിൽക്കിൽ നല്ല ഇത് ഫുൾ വർക്കോട് കൂടി. ഈ വർക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനൊക്കെ എങ്ങനെയാ? ഇത് 2950 ആണ് ഈ സാരിയുടെ റേറ്റ്. അതിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പല ഡിസൈൻസ് മാറുമ്പോൾ. പക്ഷെ റേഞ്ച് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ കടയുടെ ലുക്ക് വെച്ചിട്ട് ഈ റേഞ്ച് കുറവാന്നല്ലേ? അല്ല, മൊത്തത്തിൽ കുറവാണ്. കടയുടെ ലുക്ക് മാത്രമല്ല, ക്വാളിറ്റി വൈസ് നോക്കാതില്ല, എല്ലാം കൊണ്ട് എനിക്ക് റേറ്റ് നല്ല കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല വ്യത്യാസമുണ്ട്. മീൻസ് റേറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോഴേ. ഇത് 3000 സാരിയാണ്. ചെറിയ അത് ഫുൾ വർക്ക് വരുന്നുണ്ട്. ഇത് കണ്ടോ വരുന്നുണ്ട്. ഇത് സത്യം പറയാലോ, ഇത് എങ്ങനെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊന്നും എനിക്കറിയില്ല. അതൊരു ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവല് തന്നെയാണ് കേട്ടോ ഇതിൽ ഇങ്ങനെയൊക്കെ വർക്ക് വന്നിട്ടുള്ളത്. ഇത് ഈ വർക്കിന് എന്തോ പേര് പറയും ഈ പ്രിന്റിന്, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇത് ഒരുപാട് പഷ്മീന അല്ല എന്തോ എനിക്കും വരുന്നില്ല. എന്തായാലും ഒരു കാണിച്ചു ചെയ്യാം, അവർ പറയട്ടെ അല്ലേ, ഒന്ന് പൊന്തിച്ച് കാണിച്ചു കൊടുത്തത്. ഈ പ്രിന്റിനെ എന്ത് പറയും ഇനി അത് പറയണവർക്ക് നമുക്ക് കോമന്റ് സെക്ഷനിൽ ഒരാളെ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ലഡു ഒന്നും തരാൻ പോകില്ല, അടുത്തത് എടുക്കൂ. അടിപൊളി കളർ വൈസ് ആയാലും അതിന് ബ്ലൗസും ഹെവി ബ്ലൗസാണ് കേട്ടോ. അതെ ഇത് ഒന്ന് കാണിക്കട്ടെ, ഒന്ന് ഇപ്പുറത്ത് പിടിച്ചോ. ഇത് ആക്ച്വലി സിൽക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് ഫുള്ള് ഓപ്പൺ ചെയ്ത് നമ്മൾ ഉടുത്ത് നിൽക്കുന്ന ഒരു ഫീലൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി എനിക്കിങ്ങനെ കുഴഞ്ഞെടുക്കുന്നതും ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള സാരീസ് ആയാലും ഡ്രസ്സസ് ആയാലും ഭയങ്കര ഇഷ്ടമായി. അതിൽ പെട്ട ഒരു സാരിയാണ് കേട്ടോ.
ഒരു അടിപൊളി പീസ്, അടിപൊളി. ഇത് യൂണിക്കാണ്, ഇത് എല്ലായിടത്തും കിട്ടില്ല. ഇവരുടെ ഹാൻഡ് പിക്ക് ഐറ്റംസ് അല്ലേ? അതെ അതെ. ഇത് ഹാൻഡ് പിക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് പിക്ക് ഐറ്റംസ് ആണ്. ഇത് ഇവിടെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെയൊക്കെ ഒരു 3000 റേഞ്ചിലൊക്കെ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഒന്ന് ഒരു ജസ്റ്റ് ഇതാ കുറച്ച് ഹെവിയിൽ ചെയ്തിരിക്കണതാ. ഇതാണ് ബ്ലൗസ്, ഫുൾ ഹെവി സെറി വർക്കാണ്. അത് ഫ്രണ്ടിലായാലും സ്ലീവിലായാലും എവിടെയൊക്കെ ആയാലും നമുക്ക് ആ ഒരു ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇത് മൊത്തത്തിൽ. ഇതൊക്കെ ഉടുത്ത് വരും അങ്ങനെ. പിന്നെ അത് ഷിമ്മറിൽ അത് കുഴപ്പമില്ല, കാണിച്ചോ. ഇത് ആക്ച്വലി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ ഫുൾ ഷിമ്മറിൽ വരുന്നത് അല്ലേ? ഷിമ്മറിൽ ജസ്റ്റ് ഡിജിറ്റൽ പ്രിന്റിൻ്റെ ആണ് ഇത്. നമ്മൾ നോർമൽ അല്ല, എല്ലായിടത്തും കാണുന്നതാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഫുള്ള് നിവർത്തുന്നൊന്നുമില്ല ഡിജിറ്റൽ പ്രിന്റിലായതുകൊണ്ട്. പക്ഷേ വൈറ്റ് ഇപ്പോൾ കുറേ പേര് തപ്പി നടക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് വൈറ്റ് കോമ്പിനേഷനിൽ പറയും. ഇത് ഖാദി സിൽക്കാണ്. ഇതിൻ്റെ പല്ലൂല് ഈ ഫ്രഞ്ച് നോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഓവറോൾ ബോഡിയിൽ അത്രയും ഹെവി വർക്ക് അല്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്ക്സ് ഉള്ള ബോഡിയാണ് ഓവറോൾ ബോഡി. ഓവറോൾ ബോഡിയിൽ വർക്ക് ഇല്ലെങ്കിലും ഈ ഒരു വർക്ക് മതി, ധാരാളമാണ്. ഒരു സ്റ്റാൻഡേർഡ് ഒരു ഫീല് അപ്പം തന്നെ അവിടെ കിട്ടി. ഇതിൽ ഒരുപാട് ഹാൻഡ് വർക്ക്സ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. കാത്ത വർക്ക് വന്നിട്ടുണ്ട്, ഫ്രഞ്ച് നോട്ട് വന്നിട്ടുണ്ട്. ഫുൾ കാണുന്നത് നമുക്ക് കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക്സ് ആണ്, മെഷീൻ വർക്ക് അല്ല. ഈ ഖാദി സിൽക്കിൽ തന്നെ ഇങ്ങനെ ഒരു കളക്ഷൻസും ഉണ്ട് കേട്ടോ. കണ്ടോ, ഫുൾ ഖാദിയില്ല. അതിലിടയ്ക്ക് നമുക്കിങ്ങനെ വർക്ക്സ് വരുന്നുണ്ട് കണ്ടോ. ഇത് ഫുള്ള് നമ്മുടെ ബോർഡർ ഫുള്ള് വർക്ക് വരുന്നതാ. ഇത് ബോർഡർ ഫുള്ള് വർക്ക് വരുന്നത്. അത് സ്ലീവ്സിലും ഉണ്ട്. അതാ ചോദിച്ചത്. സ്ലീവില് കാന്തര വർക്ക് അല്ലേ? ഇതാ ഇവിടെ സ്ലീവിൽ ഈ വർക്ക് വരുന്നുണ്ട്. കാന്തര വർക്കാണ് വരുന്നത് അല്ലേ? കാന്തര വർക്ക്. പിന്നെ ഓവറോൾ ഇങ്ങനെ ചെറിയ ചെറിയ ബൂട്ടാസ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കൈകൊണ്ട് സ്ലീവ്സിൽ വരുന്നത്. ഈ വർക്കൊക്കെ കൈകൊണ്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. ഒന്നും മെഷീൻ വർക്ക് അല്ല. പോരാത്തതിന് ഖാദി സിൽക്കും കൂടിയാണ്. പിന്നെ പറയാനില്ല, അടിപൊളി. ഇതിന്റെ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒത്തിരി വെറൈറ്റി ഉണ്ട് നമുക്ക്. പിന്നെ ഇരിക്കണത് നമ്മളെ കുറച്ചിങ്ങനെ ബുട്ടിക് സ്റ്റൈലിൽ കുറച്ചൊരു 4 പീസ് 5 പീസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് ഇഷ്ടം പോലെയാണ് നമ്മുടെ കയ്യിൽ. നിങ്ങൾ വന്നാൽ അതിനനുസരിച്ച് നമ്മൾ യൂണിക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കും അല്ലേ? അതെ. അപ്പോൾ ഖാദി സിൽക്കിൽ കണ്ടു. ഇനി ഇത് പ്രിന്റില്. ഇത് പ്രിന്റില്ല. ഇതൊക്കെ ഒരു വർക്ക് വിയർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസാ. അതാ ഫീല് നമുക്ക് കിട്ടുന്നത്. ഇത് പിടിച്ചിട്ടും ഇതും പിടിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ഡിഫറെന്റ് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വരാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് നിൽക്കണത് എക്സാക്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഇത് മാന്നാർ കുറ്റിയിൽ ജംഗ്ഷൻ എന്ന് പറയും. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എക്സാക്ട് പറയാൻ അറിയില്ല. പക്ഷെ ആലപ്പുഴയിലാണെന്ന് എനിക്കറിയാം. പരിമൽ പള്ളിയൊക്കെ അറിയുന്ന പരിമൽ പള്ളിയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. തൊട്ടടുത്ത അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. കടയുടെ പേര് വീണ്ടും മറന്നു. വെയ്യോറ. ഓറ എനിക്ക് ഓർമ്മയുണ്ട്, അത് ഞാൻ മറക്കൂല. ഇത് നോർമൽ ഒരു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു 850 rupees. 850 സാരി. 850 സാരി അടിപൊളി കേട്ടോ. അപ്പോൾ ഒരു ഓഫീസ് വെയർ, നമുക്ക് ആ ഒരു ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവ് നോക്കണ്ട. നമുക്ക് 850 ഉള്ളൂ ഈ സാരിക്ക്. തെളിവും കൂടി കാണണ്ടേ? കണ്ട. അപ്പോൾ ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ സെലക്ഷൻസും ഉണ്ട്. ചൂസ് ചെയ്യാൻ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഡെയിലി വെയറിൽ പെടുന്നതാണ്. ഡെയിലി വെയറിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്യണില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരാം. അതാ ഡെയിലി വെയർ. ഇതൊക്കെ ഡെയിലി വെയറിൽ ഒരു 1000 ബിലോ റേഞ്ചിന്റെ 700 സാരി അടിപൊളി കേട്ടോ. ഇതൊക്കെ ഒരു സ്റ്റൈൽ എന്നാ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ബഡ്ജറ്റ് ആണോ ചോദിച്ചാൽ നമുക്ക് ബഡ്ജറ്റായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന സാരീസ് ആണ്. ഞാൻ മെയിനായിട്ട് വൈറ്റ് കാണിക്കാനാണ് പറഞ്ഞത്. വൈറ്റൊക്കെ കാരണം ഈ സമയം വൈറ്റ് ഇത്തിരി അന്വേഷിച്ച് നടക്കുക. പിന്നെ ആസ് യൂഷ്വൽ വൈറ്റിൻ്റെ ഇത് ഖാദി സിൽക്കിൽ തന്നെ നോട്ട്സ് ഒന്നുമില്ല, പ്രിന്റ്സാണ് ഉള്ളത്. ഓക്കെ. നമ്മുടെ ഒരു സെറ്റ് സാരിയുടെ ഒക്കെ അതല്ല, പക്ഷെ എന്നാലും എന്നാ ഇപ്പൊ ഒരു ഐഡിയ തന്നില്ലേ, വേണമെങ്കിൽ ആ ഒരു പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ പാല് കാച്ചുള്ള ചോറിനും. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഒരു യൂണിക്കായിട്ട് നിൽക്കണം എന്നാൽ സെറ്റ് സാരിയും സെറ്റ് മുണ്ട് വിട്ടിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആ ഒരു ടച്ചിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ. നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട്. ജസ്റ്റ് 2-3 നിവർത്തുന്നില്ല, ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ വരുന്നതാണ്. ആ ഒരു കളക്ഷൻ അധികം റേറ്റും ഇല്ല. ജസ്റ്റ് ഒരു
2000, 2200, 2100 ആ ഒരു റേഞ്ചിലാണ് ഒരു കേരള സ്റ്റൈൽ വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കണ ഇങ്ങനെ നമ്മുടെ ഈ വർക്ക്. തൃശ്ശൂർ പൂരം ആനയില്ലാണ്ട് എന്ത് പൂരം അല്ലേ? പൂരം കാണാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാ ഇല്ല വന്നില്ല വന്നില്ലേ? വരണ്ടേ? പൂരം കാണാൻ തൃശ്ശൂര് വരണം. അടിപൊളിയാണ് കണ്ട. ഇതൊക്കെ ഒക്കെ ഡിഫറെന്റ് ആണ് കേട്ടോ. ചെറിയ അതാ ഞാൻ പറഞ്ഞത്. ഈ കാണുന്നത് പ്രിന്റ് ആണ്, ഇത് എംബ്രോയിഡറി ആണ്. നേരത്തെ കാണിച്ചത് അത് കുറച്ച് ത്രെഡ് വർക്ക് ഉണ്ട്. അങ്ങനെ മിക്സ് മാച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാരീസിലായാലും ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇപ്പൊ കാണാണല്ലോ അതും. കോട്ടാഡോറിയ സാരീസിലും നല്ല കളക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ. കോട്ടാഡോറി പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇവിടെ കൊടുക്കാൻ നല്ല സുഖമുള്ള ഈ ഒരു ക്ലൈമറ്റ് നമ്മുടെ നാട്ടിലേക്കൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ നല്ല കോട്ടാഡോറി തന്നെ 3-4 ക്വാളിറ്റി ഉണ്ട്. വീണ്ടും പറയണ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഫീൽ ചെയ്തതുകൊണ്ട് പറയാണ് കേട്ടോ. ഇത് സെയിം തന്നെ അതിന്റെ ഒത്തിരി കളർ വേരിയേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി സാരി വിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇനിയും ഉണ്ടല്ലേ? ഇത് ചെട്ടിനാട് കോട്ടൺ ആണ്. കോട്ടൺ ഞാൻ ഡെയിലി വെയർ എന്ന് പറഞ്ഞപ്പോൾ ഡെയിലി വെയറിൽ ഇങ്ങനെ വൈറ്റ് ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഈ പ്രിന്റുകളൊക്കെ കൊണ്ട് വെച്ചിട്ട് ഇതൊക്കെ ഡെയിലി വെയറിൽ പോവും. പക്ഷെ തുറന്ന് വരുമ്പോഴാണോ ഓരോന്നോരോന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഡെയിലി വെയറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം എന്താ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ചെട്ടിനാട് സാരി ഉണ്ട്. അതുപോലെ ഇതിലും കളേഴ്സ് അങ്ങനെ ഡിഫറൻസ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഇത് 120 കൗണ്ട് ആണ്. ഇതിന്റെ 100 കൗണ്ട് സാരീസും ഉണ്ട് വേറെ. ഓക്കെ, അതപ്പോ ഒന്നുകൂടി റേഞ്ച്. ഈ 100ഉം 120 കൗണ്ട് എന്ന് പറയണത് ബിസിനസ് മൈൻഡിലാണ് ആള് പറഞ്ഞത്. പക്ഷെ സാധാരണക്കാർക്ക് ഇനി അറിയാണെങ്കിൽ കുഴപ്പമില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ സാരി പിടിക്കുമ്പോൾ തന്നെ അറിയാം. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. കൗണ്ട് കൂടുമ്പോൾ സാരി സോഫ്റ്റ് ആയിരിക്കും. ഇത് ബിസിനസ് മൈൻഡ് പറഞ്ഞ ഈ നമ്മൾ നെയ്യുന്നില്ലേ, അതിന്റെ 7.5 ഇത് കൗണ്ടാണ് പറയണത്. അതിൽ 120 കൗണ്ട് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നല്ല ഹൈ ക്വാളിറ്റി ആയി. 100 എന്ന് പറയുമ്പോൾ കുറവായി. പിന്നെ അതിൽ കുറവെന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. 80-60 ഒക്കെ വരുന്നുണ്ട്. അതിനനുസരിച്ച് റേറ്റ് കുറയും. ഇതിന്റെ കൗണ്ട് കൂടുമ്പോൾ റേറ്റ് കൂടും. അപ്പൊ ആ ഒരു ചിന്തിച്ചിട്ട് എടുത്താൽ മതി. പക്ഷെ ഇവിടത്തെ റേറ്റ് എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. നാട്ടുപുരമായത് കൊണ്ടാണോ ഇത്രയും റേറ്റ് കുറച്ചിട്ട്? അല്ല, മൊത്തത്തിൽ നല്ല ഞങ്ങൾ ഡയറക്റ്റ് വ്യൂവേഴ്സിന്റെ ഇപ്പൊ ചെട്ടിനാട് സാരികള്, കാഞ്ചീപുരം സാരികളൊക്കെ ഡയറക്റ്റ് വ്യൂവേഴ്സിന്റെ എടുക്കുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ മീഡിയേറ്റർ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു റീസൺ കാരണം നമുക്ക് ഇത്രയും റേറ്റ് കുറവിന് കിട്ടുന്നത്. അപ്പൊ ഓൺലൈനിൽ മേടിച്ചോട്ടെ ധൈര്യമായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് റേറ്റ് കുറവിന് തന്നെ കിട്ടും. അതായത് അങ്ങനെ തന്നെ എടുത്തോ. അതെ, എത്ര കളേഴ്സ് വേണം? ചെക്ക്, മൈക്രോ ചെക്ക് ഉണ്ട്, വലിയ ചെക്കിലുണ്ട്, പ്ലെയിനിൽ വരുന്നുണ്ട്, ടെമ്പിളിന്റെ അങ്ങനെ കോൺട്രാസ്റ്റിൽ വരുന്നുണ്ട്. ഏത് കളർ വേണമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ഇനി ഇവിടെ ഇല്ലാത്ത കളറായാലും ഞങ്ങൾ വരുത്തിക്കും. ഇല്ലേ, ചെയ്തു തരുന്നതായിരിക്കും. അതാണ് ഞങ്ങളുടെ തീം. ഇതെന്താ പിടിച്ചു നിൽക്കണ? ഇതും ഒരു ഇതിപ്പോ ഭയങ്കര ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള മൽക്കോട്ടൻ. എവിടെ തുറന്നാലും ഇതിപ്പോ കുറച്ച് നാളായിട്ട്, ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല, അത്യാവശ്യം കുറച്ച് നാളായി ട്രെൻഡിൽ നിൽക്കണു. പക്ഷെ എന്നാ ഈ ട്രെൻഡ് പോകണ്ടോന്ന് ചോദിച്ചാൽ ഇത് പോണൂല. വേറെ വരാനായിട്ട് ഈ ട്രെൻഡ് ഇപ്പോഴും ഇങ്ങനെ ഇതിലും ഉണ്ട് കേട്ടോ ഒരുപാട്. ഇതിപ്പോ ഗോൾഡില് ഇതൊക്കെ നല്ല ഉടുക്കാൻ അറിയണം കേട്ടോ. പക്ഷെ അത് ചവർമാരി വലിച്ച് ഉടുക്കായിരിക്കും. ഉടുക്കാനും അറിയണം ഒരു മൽ കോട്ടൻ്റെയും നല്ല അടിപൊളി വർക്ക്സ്. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, കാട്ടിക്കൂട്ട് പോലെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഉടുത്ത അടിപൊളിയാണ്. ഇതിലും ഉണ്ട്. പിന്നെ നമ്മുടെ മോഡൽ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. ഇത് പിന്നെ എങ്ങനെയായാലും നമുക്ക് മടക്കാം അല്ലേ? ഇതൊന്നും ഇങ്ങനെ നിവർത്താം, കുഴപ്പമില്ലല്ലോ. ഇതാ ഇപ്പോഴാണ് സമാധാനമായിട്ട് ഒരെണ്ണം തുറക്കണത്. കാരണം ചില മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ അതിൻ്റെ മടുക്ക് പോവും, ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇത് ഫ്ലോയി ആണ്. ഇത് മോഡലാണ്, സെമി മോഡലാണ്. അതെ, മോഡൽ തന്നെ 2 മോഡൽ വരുന്നുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. 2 മോഡലുണ്ട്. ഇനി പ്യുവർ ഇരിക്കണ്ട നിങ്ങളുടെ കയ്യില്? പ്യുവറും ഉണ്ട്. അപ്പൊ ഇത് സെമി പ്യുവർ ഉണ്ട്. പ്യുവറും വരുന്നുണ്ട്. കണ്ടോ, ഇതും തമ്മിൽ പിടിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ്, രണ്ടും ഫീലിംഗ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ അതാ ഇത് പ്യുവർ മോഡലിന്റെ. അപ്പൊ റേഞ്ചൊക്കെ നിങ്ങൾ വന്ന് ചോദിച്ചോട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോയാലോ. അപ്പുറത്തേക്ക് ഇതിപ്പോ ഒരു സാധാരണക്കാരുടെ ഏരിയയിലേക്ക് വന്നിരിക്കുന്ന 450 ആണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി ഇവിടെ കുറച്ച് ഓർണമെന്റ്സ് ഇരിക്കുന്നുണ്ട്. ഇത് റെന്റലാണോ, നമുക്ക് എങ്ങനെയാ ബൈ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാ? ഇതൊക്കെ റെന്റലാണ്. ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. കുറച്ച് പ്രീമിയം കാറ്റഗറി ജ്വല്ലറി. ഇത് പ്രീമിയം ബ്രൈഡൽ കളക്ഷൻ പോലെ.
അതെല്ലാം റെന്റലിൽ പോകും. ഒരു 1000 ബിലോ വരുന്ന ജ്വല്ലറി ഒക്കെ സെയിലില്ല. 1000 ബിലോ വരുന്നത്. അപ്പൊ ഇത് ഇരിക്കണത് ഇപ്പൊ സെയിലാ? ഇത് സെയിലും ഉണ്ട്, ഇപ്പൊ റെന്റലും ഉണ്ട്. രണ്ടും കൂടി മിക്സ് ആയിട്ട്. പിന്നെ ഇത് നോക്കണ്ട, ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കത് വഴിയെ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോരോ കളക്ഷൻസ് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു സ്റ്റൈലിലാണ് കൂടുതൽ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് പോകാം അല്ലേ. ഇവിടെയും ഇരിക്കുന്നുണ്ട് കുറച്ച്. ഇതല്ലേ ഓർഗൻസ? അത് ഓർഗൻസയാണ്. എല്ലാവരും അന്വേഷിക്കുന്നതും എല്ലാവരും ചോദിച്ചു വരുന്നതും ഓർഗൻസ. അതുമുണ്ട് ഇവിടെ. ഇതിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻ എവിടെ? അപ്പുറത്ത് പ്രീമിയത്തില്. അപ്പൊ അത് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും അത് പ്രീമിയം ആയിട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇതല്ല നമ്മള് ഒരെണ്ണം അല്ല, ഇത് നോട്ട് വർക്ക് വരുന്ന ഓർഗൻസ. അതും അവിടെ അപ്പുറത്ത് തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ അതിൽ വേറെ ഇത് കുറച്ചുകൂടി കൂടിയ ടൈപ്പല്ലേ, അത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. പക്ഷെ വർക്ക് കണ്ട, വർക്കിന് തന്നെ മാറ്റങ്ങളുണ്ട് ചെയ്യണതിന്റെ വർക്കിനൊക്കെ. പറയൂ, ഇനി എന്നെ കൊണ്ടുപോയേ. ഇതെല്ലാം റെന്റൽ കാറ്റഗറിയാ. ഈ ഒരു സെക്ഷൻ ഫുൾ, ഈ ഒരു സെക്ഷൻ ഹെവി ജ്വല്ലറിയാ. ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോ മൊത്തം റെന്റലിലേക്ക് കയറി. ഇനി റെന്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ ആയാലും നമുക്ക് ഇവിടെ റെന്റിന് ലെഹങ്കാസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാ? ലെഹങ്കാസ് ഉണ്ട്, ജ്വല്ലറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഫുൾ നമുക്ക് റെന്റലിന് കിട്ടും. അതെ അതെ. ഓക്കെ, റെന്റലിന്റെ പല പല മോഡൽസ് ഇരിക്കുന്നുണ്ട്. അതിപ്പോ കമ്മലും മാലയായിട്ട് ഒരുമിച്ച് കിട്ടുമോ അല്ലെങ്കിൽ കമ്മല് മാത്രമായിട്ട് എങ്ങനെയായാലും കിട്ടും. എങ്ങനെയായാലും സെറ്റ് ആയിട്ടും എടുക്കാം, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കാം. എന്തായാലും ഇങ്ങോട്ട് വരൂ, നോക്കാം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാനുണ്ട് ഇതിൻ്റെ. ഇവിടെയാണ് നമുക്ക് ലെഹങ്കാസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ലെഹങ്കാസിൽ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് റെന്റിലായിട്ട് എടുക്കാം. ഇപ്പം എനിക്ക് ആ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് റെന്റിന് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇവിടെ ഇപ്പോൾ അവൈലബിലിറ്റി കൂടി ചെക്ക് ചെയ്യണം അവർക്ക്, ഏതൊക്കെ റെന്റിന് പോയി ഏതൊക്കെ ബുക്കിംഗ് കഴിഞ്ഞു എന്നുള്ളത് അതും കൂടി നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ റെന്റിന് എടുക്കുമ്പോൾ എത്ര ദിവസത്തേക്ക് കൊടുക്കും, എങ്ങനെ കൊടുക്കും, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരും. ഞങ്ങൾ 3 ദിവസത്തേക്കാണ് കൊടുക്കുന്നത് റെന്റിൽ. ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫംഗ്ഷന്റെ തലേന്ന് എടുക്കുക, ഫംഗ്ഷന്റെ പിറ്റേ ദിവസം തരണം. ഇവിടെ ഡയറക്റ്റ് വരണോ അല്ലെങ്കിൽ ഇതിപ്പോ നിങ്ങളിപ്പോ ഞാനിപ്പോ താമസിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പൊ ആലപ്പുഴയാണ്. എനിക്കിപ്പോ ഒരു റെന്റിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വരാൻ പറ്റില്ല. എന്നാൽ എനിക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമായി, ഇത് വേണം തന്നെ. അത് ഓൺലൈനിൽ നിങ്ങൾ അങ്ങനെ അയച്ചു തരുമോ? റെന്റൽസ് നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നില്ല. അത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. ഞാൻ വേണ്ടെന്ന് പറയുള്ളൂ. അല്ല, നമ്മൾ സെയിൽ ചെയ്യണത് വ്യത്യാസമുണ്ട്. സെയിൽ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണ്, ഫ്രഷ് പീസ് ആണ്, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞു. റെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോ ഏത് കോലത്തിൽ വരുന്ന പോലും നമുക്ക് അറിയില്ല. അടുത്ത കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഹൈജീൻ നോക്കണം, അത് പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ അയച്ചു കൊടുക്കുന്നത് എത്രത്തോളം നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ തിരിച്ചു തരുന്നത് അത് എത്രത്തോളം സേഫ്റ്റി ആണെന്ന് നമുക്കൊന്നും ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി 3 ദിവസത്തേക്കാണ്. അതിന് എന്തൊക്കെ ഈട് വെക്കണം? നമ്മളെ വീട് പണയം വെക്കണം. ഇവിടെ നമുക്ക് റെന്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഹങ്കയിൽ 2500-ലാണ്. ഓക്കെ, ഒരു 16,000 വരെ റെന്റൽസ് ഉള്ള ലെഹങ്കാസ് ഉണ്ട് വർക്ക് അനുസരിച്ച്. അല്ലാതെ ഇപ്പൊ ബ്രൈഡൽ മാത്രമല്ല, ഇപ്പൊ സൈഡർ ലെഹങ്കാസും ഉണ്ട്. ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ മെഹന്തിക്കൊക്കെ ഒരു അങ്ങനത്തെ ഇടുന്നവർ, ഹൽദി, സംഗീത്, സൈഡർ, ബ്രൈഡ്, അങ്ങനെ എല്ലാ തരം ഫംഗ്ഷനുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അതും റെന്റലിന് 3 days ആണ് കൊടുക്കുന്നത്. 3 days കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ കളി മാറി, റെന്റ് കൂടി. ഇനി ഇത് സെപ്പറേറ്റ് അത് സെപ്പറേറ്റ് ആണ്. ഇപ്പൊ ജ്വല്ലറീസിൽ ഇപ്പൊ ബൈ ചാൻസ് നമ്മളിപ്പോ മേടിക്കാൻ വരാണെങ്കിൽ നമുക്ക് എന്താ ആധാർ കാർഡ് കൊടുക്കണം, ആധാർ കാർഡ് തരണം, അഡ്രസ് തരണം, കാര്യങ്ങളൊക്കെ. പിന്നെ അഡ്വാൻസ് ഞങ്ങൾ മേടിക്കും. ഇതിന് അഡ്വാൻസ് 3 ദിവസം കഴിഞ്ഞ് അവർ വരുന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ടാണ്, വേറെ ഡാമേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻസ് മുഴുവൻ റീഫണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വിളിച്ചു വെച്ചോളൂ. ഡ്രൈ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇവിടെ റെന്റൽ. അപ്പോൾ റെന്റലിന് ഇപ്പോൾ ജ്വല്ലറീസും കൊടുക്കണ്ട. ഇതൊക്കെ ഇവിടെ തന്നെ വന്ന് എടുക്കണം. അല്ല, അതിപ്പോൾ ഒരു കമ്മലായാൽ പോലും ഇവിടെ വന്ന് എടുക്കണം. റെന്റൽസ് ഇവിടെ വന്ന് എടുക്കണം. പിന്നെ ഒരു കമ്മലായാൽ പോലും റെന്റിന് ഇവിടെ കിട്ടും കേട്ടോ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ലെഹങ്ക മാത്രമല്ല, മാല മാത്രമല്ല, നല്ല നല്ല ഹെവി പീസസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ആ പീസൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ബ്രൈഡിനൊക്കെ നോ ഗോൾഡ് എന്നുള്ള ഒരു തീം വേണമെങ്കിൽ അത് ആരൊക്കെയാണെങ്കിൽ ഇതൊക്കെ അടിപൊളി സംഭവമാണ്. റിസപ്ഷനൊക്കെ നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പ്രീമിയം കളക്ഷൻ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അത് തമിഴ്നാട് കാഞ്ചീപുരം എന്നൊക്കെ പറയുമ്പോൾ ആ സൈഡിലേക്ക് പോയി. പക്ഷെ എന്നാലും നമ്മൾ കേരളത്തിൽ നമ്മുടെ മലയാളികൾക്ക് അഹങ്കാരമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ കാഞ്ചീപുരം സാരീസ്. അത് കാണണ്ടേ? നമുക്ക് പോവാം. അത് അപ്പുറത്തെ ഏരിയ ആണ് അല്ലേ? അതെ, ഇവിടെയാണ് നമ്മുടെ കാഞ്ചീപുരം സെക്ഷൻ. വാ, കാഞ്ചീപുരം ഈ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടിയും നടുക്കിലത്തേന്ന് പറയുമ്പോൾ അവിടെ റെന്റൽ പോയി നിന്നു. ഇത് ഞാൻ നടുക്കിൽ നിൽക്കുന്ന ആള്. ഇവിടെ സിമ്പിളായിട്ട് അങ്ങനെ 3 സെക്ഷനായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ വരുന്നത് നമ്മുടെ കുറച്ച് പ്രീമിയം
നമ്മുടെ യൂണിക് അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാലോ. വേണമെങ്കിലല്ല, അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കളർ കോമ്പിനേഷൻ ഒക്കെയാ. ഓക്കെ. ഇതിലിപ്പോ എന്തൊക്കെയാണ് നമുക്ക് കാണിക്കാൻ പോണത്? ഇതിനകത്ത് 3 സെക്ഷൻ ഞങ്ങള് കാഞ്ചീപുരം പ്യുവർ കാഞ്ചീപുരം പട്ടുണ്ട്, ചെട്ടിനാട് സിൽക്ക് കോട്ടൺ ഉണ്ട്. ഓക്കെ, പറയല്ലേ, കാണിക്കൂ, നമുക്ക് കാണിക്കൂ. പറയുമ്പോ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇത് ഇപ്പൊ ട്രെൻഡിലാണല്ലോ. ഇത് ഏറ്റവും ട്രെൻഡിലുള്ള കളർ കോമ്പിനേഷൻ ആണിത്. അതെ, റെസ്റ്റോറന്റ് വിത്ത് ബ്രൗണും റെസ്റ്റോറന്റിനാണ് കേട്ടോ. റെസ്റ്റോറന്റ് ഓൾറെഡി ട്രെൻഡ് ഉള്ളതാണ്. അതിന്റെ കൂടെ ഒരു ബ്രൗൺ കോമ്പിനേഷൻ വന്നപ്പോൾ പിന്നെ പറയാനില്ല. മൊത്തം സ്ട്രൈപ്സ് വരുന്നുണ്ട്, ജെറി സ്ട്രൈപ്സ്, വൈറൂസി ഡിസൈൻ ആണ് മൊത്തം. പിന്നെ അതിലേക്ക് ഇങ്ങനെ ഒരു മുന്താണി വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ഓവറോൾ വർക്ക്, ബൂട്ട വർക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം മിക്ക പെണ്ണുങ്ങളുടെ കയ്യിൽ ഉണ്ടാവോ, എല്ലാവരും കയ്യിൽ. അത്രയും ഞാൻ പ്യുവർ കാഞ്ചീപുരത്തിന്റെ കാര്യമല്ലേ പറയണത്, കളർ ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒരുവിധം മിക്ക എല്ലാവരുടെയും കയ്യിൽ കാണും. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു, ഇത് നാടൻ കളർ തന്നെ പറയാം അല്ലേ. മാമ്പഴം മഞ്ഞാന്നും പറയാനും പറ്റില്ല അല്ലെ. ഒരു മഞ്ഞ കളർ, അതിലൊരു ഗ്രീൻ കോമ്പിനേഷൻ. നോക്കിയേ, ഇത് പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഇത് കുത്തിക്കൊണ്ട് പോകും അല്ലേ. ഈ കളർ കോമ്പിനേഷൻ അങ്ങനെയാണ്. അടിപൊളി. ഇത് നമുക്ക് എങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? റേറ്റ് പ്യുവർ കാഞ്ചീപുരം നമുക്ക് 8500 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിയാ, ഉള്ളത് തന്നെയാണ്. അല്ല, വല്ല 4000 രൂപ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞത് ഡൂപ്പാന്നുള്ളത്. കാഞ്ചീപുരം നമുക്ക് 4000 രൂപ കിട്ടില്ലല്ലോ. കിട്ടില്ല. അത് എന്തായാലും ഒരു സെമി സിൽക്ക് ഉണ്ട് 2500 സെമി സിൽക്ക്, ഏകദേശം അതിലെ പോലെ തോന്നിക്കുന്ന വിധത്തില്. ഓക്കെ. പിന്നെ കാഞ്ചീപുരം, ഇതും കാഞ്ചീപുരം തന്നെ. ഇത് കുറച്ച് ബോർഡർ വീതി കൂടിയ ടൈപ്പ്, കുറച്ചുകൂടെ പ്രീമിയം സാരിയാണ്. കുറച്ചുകൂടി പ്രീമിയം, കുറച്ചുകൂടി വീതി കൂടിയത്. അതിൽ കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ ചെറിയ വർക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം കളക്ഷനായിട്ട്. നമ്മൾ എന്താ പറയുക, വലിയ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് വലിയ വലിയ ഷോറൂമിൽ കാണുമ്പോൾ റേറ്റ് ഒന്നുകൂടി കൂടും. ഇവിടെ റേറ്റ് കുറവാണ്, പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അത് ഹാൻഡ് പിക്ഡ് കളക്ഷൻ ആണ്. ഒരു 10 സാരി കണ്ടാൽ അതിലൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കണം ഞങ്ങളുടെ സാരി. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണുള്ളത്. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടോ? നിങ്ങളുടെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ കുറച്ച് വെച്ചിട്ടല്ലേ, കുറച്ച് ബൂട്ടിക് കളക്ഷൻ എന്നുള്ള സെറ്റപ്പിലല്ലേ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഓരോന്നോരോന്നും നമ്മൾ ആ ഒരു തുറക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഇല്ലേ. ഇതും ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കോമ്പിനേഷൻ തന്നെ. പറയൂ കുട്ടി, കളർ കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇനി ഡിസൈനെ കുറിച്ച് പറയൂ. പറയാനൊന്നുമില്ല, കണ്ടാൽ തന്നെ അപ്പം തന്നെ എടുത്ത് പോകുന്ന അങ്ങനത്തെ കളക്ഷൻസ് ആണ്. ഇതിൽ ഇപ്പൊ ബ്ലൗസ് വരുമ്പോ എങ്ങനെയാ വരുന്നേ? ബ്ലൗസ് ഇതാന്ന് തോന്നുന്നു. റെഡ്. ഓക്കെ ഓക്കെ ഓക്കെ. റെഡ് സ്ലീവിൽ മാത്രമായിട്ട് വർക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കോമ്പിനേഷനായി ഒക്കെ. ചേച്ചിയാണോ പിക്ക് ചെയ്യാൻ പോണത്? ഞങ്ങൾ ഒന്നിച്ചാ എടുക്കാൻ പോവാറ്. അങ്ങനെയല്ലേ. ഇതെന്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ്. എൻ്റെ നല്ല നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ അല്ലേ. ഇതിപ്പോ ബ്ലാക്ക് റെഡില് റെഡാണ് മുന്താണി വരുന്നത്. ബ്ലൗസും എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കും റെഡ് കോൺട്രാസ്റ്റിൽ വരുന്നത്. അടിപൊളി ഷെയ്ഡ് കേട്ടോ. എന്ന് വെച്ചാൽ ഓരോന്നോരോന്നും നിങ്ങൾ പിക്ക് ചെയ്യുന്ന ഈ ഒരു കളർ കോമ്പിനേഷനും അതും നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കണതാ. അതെ, പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന കോമ്പിനേഷൻസ് ആണ്. അടുത്ത കസ്റ്റമർ എത്തി. നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു 2-5 മിനിറ്റ് വേഗം തീർക്കാം നമുക്ക്. നമ്മൾ കണ്ടിരുന്നോ? ഇത് കണ്ടിട്ടില്ല. ഇതാ ഇത് മൊത്തം വൈറൂസി ഡിസൈനിൽ വരുന്നതാണ്. ഇത് റെട്ടപ്പേട്ട് ബോർഡറിൽ. ഓക്കെ. ഇത് ബോർഡർ എന്നും പറയും. അല്ല, ഇതിപ്പോ ഉൾട്ടിയായി. മറ്റേത് നമ്മൾ റെഡ് ബ്ലാക്കിൽ റെഡ് അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇതിപ്പോ റെഡില് ബ്ലാക്ക് അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. റെട്ടപ്പെട്ട ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോർഡറിനെ പറയണത്. അതിപ്പോ എല്ലാവർക്കും അറിയാം. പർച്ചേസ് ചെയ്ത് പോയി എല്ലാവരും. ഇപ്പൊ പണ്ടത്തെ സാരി, പണ്ട് ആൾക്കാർ ഭംഗി മാത്രമേ നോക്കുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഡിസൈൻസിന്റെ പേര് വരെ അല്ല, ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരെ അവര് നോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തന്നെ കളർ ചേഞ്ച് അല്ല, ഒരു ഇത് അതിന്റെ തന്നെ കസ്റ്റമർ വന്നിട്ടുണ്ട്. അത് കാരണം ഇത് നോക്കിയേ, ഇതൊരു കോമ്പിനേഷൻ, ഒരു ബ്ലൂ ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് അതിലും വന്നിട്ടുണ്ട്. നമ്മുടെ റസ്റ്റ് ഓറഞ്ച് അല്ലേ. ഇതൊക്കെ നമുക്ക് ഈ പ്യുവറിൽ വരുന്ന സാരീസ് ആണ് കാണിക്കണത് മൊത്തം. ഓക്കെ.
പ്യുവറിൽ വരുന്ന സാരീസ്. അപ്പോൾ ഒരു 5ന്റെ മുകളിൽ പ്രതീക്ഷിച്ചാൽ മതി, അങ്ങനെയാ കിട്ടുള്ളൂ. അത് ഇവിടെ തന്നെയല്ല, നിങ്ങൾ ഏതൊരു കടയിൽ പോയാലും നിങ്ങൾക്ക് 5ന്റെ താഴെ നിങ്ങൾക്ക് പ്യുവർ എന്ന് പറഞ്ഞ് തരുന്ന സംഭവം പ്യുവർ ആണോ? അല്ല. അല്ലല്ലോ, ഓർക്കല, അത് ധൈര്യമായിട്ട് പറഞ്ഞൂടെ? അല്ല, 5ന്റെ താഴെ നമുക്ക് പ്യുവർ എന്ന് പറഞ്ഞാൽ കിട്ടൂല. അതെന്ന് വെച്ചാൽ 5ന്റെ മുകളിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിട്ട് കിട്ടുള്ളൂ. ഇത് വരുമ്പോൾ നമുക്ക് ഫുൾ റെഡില് സിമ്പിൾ ആയിട്ടില്ല, തീരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരി. അതെ, ഫുൾ ഇങ്ങനെ ഓവറോൾ ഇങ്ങനെ സ്ക്വയറിന്റെ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത് അല്ലേ? ഓവറോൾ ലൈറ്റ് വെയിറ്റിൽ ബോർഡർലെസ്സിൽ വരുന്ന ഒരു കളക്ഷൻ. ഇനി ആ കസ്റ്റമർ ഒന്ന് ഡീൽ ചെയ്തോ, അല്ലെങ്കിൽ അവരുടെ ഷാപ്പ് ഞാൻ മേടിച്ചു വെക്കുന്നത് ചെല്ലുന്നോ? നമുക്കത് കഴിഞ്ഞിട്ടൊന്ന് നോക്കട്ടെ. ബാക്കി എന്തായി, കസ്റ്റമറൊക്കെ പോയില്ലേ? ഉഷാറായി. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കണെങ്കിൽ പറഞ്ഞോളൂ. ഇത് ചെട്ടിനാട് സിൽക്ക് കോട്ടൺ. സിൽക്ക് കോട്ടൺ ആകുമ്പോൾ കുറച്ച് തിളക്കുണ്ടാവും. തിളക്കുണ്ടാവും. ഇത് 70% സിൽക്കാണ്, 30% കോട്ടൺ. ഓക്കെ, ഇത് മുന്താണിയുടെ പോർഷൻ വരുന്നത് അല്ലേ? ഓക്കെ, പിന്നെ ഇത് വരുന്നത് നമുക്ക് ഉൾ പോർഷൻ വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ബൂട്ടാസ് ഒക്കെ വന്നിട്ട് ത്രെഡ് വർക്ക് വരുന്നതല്ലേ? ഓൾ ഓവർ ത്രെഡ് വർക്ക്. പിന്നെ ജെറിയുടെ വർക്കും വരുന്നുണ്ട്, ത്രെഡ് വർക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ നിവർത്തി ഉടുക്കണം. ഉടുത്ത് കാണാം. നല്ല നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള നല്ല പട്ടെടുക്കുന്നതിന്റെ ആ ബുദ്ധിമുട്ടും ഇല്ല, രണ്ടും കൂടി എന്നാൽ കാലാവസ്ഥയ്ക്ക് യോജിച്ചതായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ്. അല്ല, കോട്ടൺ ഇതിൽ മിക്സ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മാത്രം കേട്ടോ. ഓക്കെ, ഇതിൽ തന്നെ അടുത്ത ഏകദേശം ആ ഒരു കളറിൽ പെടും, പക്ഷെ ആ കളറല്ല ഈ കളർ. ഇത് അതിന്റെ ഡിഫറെന്റ്, നമ്മള് കളർ ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചതാണ്. ഓക്കെ ഓക്കെ, ഗ്രീൻ ആൻഡ് യെല്ലോ അല്ലെങ്കിൽ ഗോൾഡ് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഫുൾ സെറി വർക്ക് ഇതിൽ വരുന്നുണ്ട് അല്ലേ? ഫുൾ സെറി. ഇതില് വർക്കും നന്നായിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ വർക്ക് നമുക്ക് കൂട്ടി കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറയാം, നമുക്ക് പറ്റൂല. എത്ര ദിവസം നമുക്ക് അങ്ങനെ ചെയ്ത് തരാൻ പറ്റൂ? 1 മാസത്തിന് മുന്നേ പറയണം. 1 മാസം വേണം കസ്റ്റമൈസ് ചെയ്യാനായിട്ട്. ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബുട്ടാസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത്, ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. ഉള്ളില് കാരണം ചെറിയ ചെറിയ പൂക്കൾ, അത് വലുതാക്കാൻ പറയുകയാണെങ്കിൽ വലുതാക്കി തരും. അതിനാണ് നമ്മള് ആര്യ ഇടയ്ക്കിടയ്ക്ക് പേര് ഓരോ ഇപ്പൊ ഓർമ്മ ഉണ്ട് കേട്ടോ, അത് ഞാൻ മറക്കൂല. ഇത് ശരിക്കും ഇത് ഒരു ടൗൺ ഏരിയ ആണോ ഈ സ്ഥലം വരുന്നത്? ഇതൊരു ടൗൺ ആണെന്ന് പറയാൻ പറ്റൂല, ഇതൊരു ഗ്രാമമാണെന്നും പറയാൻ പറ്റൂല. രണ്ടിനും ഇടയ്ക്കായിട്ട് നിൽക്കൂലേ? പക്ഷെ വിളക്കിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അല്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ എല്ലായിടത്തും അത് ഞാൻ പറഞ്ഞായിരുന്നു, പള്ളിയിലൊക്കെ അടുത്തായിട്ട് വരുന്നത്. ഓക്കെ, ഇതൊരു റയർ കളറാണ്. ഒരു കോമ്പിനേഷനും നോക്കിയാൽ വെച്ചാൽ നല്ല കോമ്പിനേഷനാണ് വരുന്നത്. ഇത് ഒരു ഗ്രീനും ഗോൾഡും കൂടി മിക്സ് ആയിട്ട് അങ്ങോട്ട് വരുന്നത് അല്ലേ? ഇതിൽ അതെ, ഇത് ഓപ്പൺ ചെയ്താലേ ഇതിന്റെ ഈ ഒരു ഇത് പ്രീമിയം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രീമിയം, അതിനൊരു വാല്യൂ ഉണ്ടല്ലോ, ആ ഒരു വാല്യൂ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇത് ഫുൾ വരുന്നത് നമുക്ക് മുന്താണിയുടെ പോർഷൻ വരുന്നത് അല്ലേ? അതുപോലെ ഇതിന് ഓവറോൾ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇത് പിടിച്ചു ഇപ്പം ഉള്ളിൽ വർക്കുണ്ട്, ചെക്കിന്റെ ഫുൾ വർക്കാണ്, ഫുൾ ചെക്കാണ് വരുന്നത്. വലിയ ചെക്കും വരുന്നുണ്ട്, ചെറിയ ചെക്കും വരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഈ ടെമ്പിൾ ഡിസൈൻ പ്രത്യേകിച്ച് എടുത്ത് പറയണം, കാരണം നമ്മുടെ കേരളത്തിലൊക്കെ പറയുമ്പോൾ എന്നെ തൊട്ട് നമ്മൾ പട്ടുസാരി കേൾക്കുന്നു അന്നേ തൊട്ട് ഈ ഒരു ടെമ്പിളുടെ വർക്ക് എന്തായാലും മസ്റ്റായിട്ടുണ്ടാവും. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, കളർ വൈസ് ആയാലും നന്നായിട്ടുണ്ട്. അടുത്ത സാരി എടുത്തോ, ഞാൻ മടക്കിക്കോളാം അല്ലേ? ഇതും ചെക്കിൽ തന്നെയാണ്, പക്ഷെ ഇത് ഒന്നുകൂടെയും ചെറിയ ചെക്ക വരുന്നത് കേട്ടോ. ഇതും ചെട്ടിനാട് സിൽക്ക് കോട്ടൺ തന്നെ. ഇതിൽ വരുന്നതും ഫുൾ കോമ്പിനേഷൻ കാണണമെങ്കിൽ തുറക്കണം, എന്നാലും അറിയുള്ളൂ ഇതിൽ കോംബോ ആണോ കോമ്പിനേഷൻ ആണോ കോൺട്രാസ്റ്റ് ആണോ എന്താണെന്നുള്ളത്. എന്തായാലും ഇത് കോൺട്രാസ്റ്റിൽ വരുന്നതാണ്. ഒരു മാമ്പഴം ഗ്രീൻ കളർ, അതിൽ ബ്ലൗസ് ഇതായിരിക്കും വരുന്നത് അല്ലേ? കോൺട്രാസ്റ്റ് ബ്ലൗസ്, ഇത് ഫുൾ ഉൾപോഷം വരുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ കോൺട്രാസ്റ്റിൽ വരുന്ന സാരീസിന്റെ നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ലെഹങ്കാസ് ഒന്നും ഞാൻ അവിടെ തുറന്ന് കാണിച്ചില്ല, അത് പിന്നെ റെന്റലാണ്, അതുകൊണ്ട് ഞാൻ അത് തുറന്നൊന്നും കാണിച്ചില്ല. അതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇൻട്രസ്റ്റ് ഉള്ള സംഭവം എന്ന് പറയുമ്പോൾ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നോക്കിയേ, ഇത് കോട്ടൺ സിൽക്കിൽ തന്നെ ഒരു മെഹന്തി ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ പീകോക്കിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതിലിപ്പോ പീകോക്ക് ഗ്രീൻ ആണ്. അതെ, ഇതില് മുന്താണി തന്നെ, ബ്ലൗസും സെയിം തന്നെയാണ് വരുന്നത്. പക്ഷെ സ്ലീവ് ഒക്കെ ഇല്ലേ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഫുൾ ഇത്രയും വലിയൊരു ബോർഡർ നമുക്ക് സ്ലീവിൽ കിട്ടും ഇല്ലേ? അതെ. ഓക്കെ,
അപ്പോൾ ഒരു കല്യാണ പർച്ചേസുകാർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്രൈഡിന് വരെ വരാൻ പറ്റും കേട്ടോ. യൂണിക്കാണ്. നമ്മളിപ്പോൾ ബ്രൈഡ് എന്ന് പറയുമ്പോൾ അയ്യോ വലിയ ഷോറൂമിൽ പോകണം, നല്ല സെറ്റപ്പ് ഒക്കെ വേണം, അങ്ങനെയല്ല. ഇവിടെ ബ്രൈഡായാലും ബ്രൈഡിൻ്റെ അമ്മയ്ക്കായാലും അല്ലേ, എല്ലാവർക്കും ബ്രൈഡൽ കളക്ഷനിൽ വരുന്നത്. അതെ, ബ്രൈഡലിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പ്യുവർ ചില്ലി റെഡിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഓവറോൾ ഇങ്ങനെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ ഫുൾ ചെറിയൊരു വർക്കാണ്. ഇതൊക്കെ നമുക്ക് ആ ബ്രൈഡിൽ വരുന്ന കളക്ഷൻസ് ആണ്. ബ്രൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തൊട്ടെന്ന് വെച്ചാൽ കാഞ്ചീപുരം സ്റ്റാർട്ട് ചെയ്യുന്ന 5 തൊട്ട് 15 ഒക്കെ തൊട്ട് ബ്രൈഡൽ കളക്ഷൻസ് എത്ര പേർക്ക് പോകും. നമുക്ക് സാരീസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 30,000 വരയ്ക്കുള്ള സാരീസ് ഉണ്ട്. അതിപ്പോ 50 പറഞ്ഞാലും നമുക്ക് ചെയ്യും. 50 ആയാലും എത്ര 1 ലക്ഷം വരെ പറഞ്ഞാലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട്. പിന്നെന്താ അല്ലേ. ഇത് നോക്കിയേ, ഇത് കുറച്ച് ഇത്തിരി കട്ടി കൂടുതലല്ലേ, ഒരു പൊടിക്ക്. അത് സ്റ്റാർച്ചിന്റെ. ഓക്കെ. ജറിയുടെ വരുന്നു. പിന്നെ സ്റ്റാർച്ച് മാത്രമല്ല, ജറിയുടെ ഹെവിനെസ് ഉണ്ട്. പിന്നെ ഓവറോൾ ഈ ബൂട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ആ ഒരു ജറിയുടെ ഹെവിനെസ് വരുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഇതിനെ ഒരു ഹെവി പീസ് ആക്കുന്നത് കേട്ടോ. ഫുൾ. അപ്പോൾ ഇതിന് മുന്താണി വരുമ്പോൾ ഇതാ വരുന്നപ്പോൾ മുന്താണി ഇത് ബ്ലൗസ് ആയിരിക്കും അല്ലേ. മുന്താണി ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മുന്താണി. ഇത് സെൽഫാണ് വരുന്നത്, വേറെ എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് അല്ല. ഇതിൽ അത്യാവശ്യം വർക്ക് കയറിയിട്ടുണ്ട്. ഏത് സാരി എടുത്ത് നോക്കിയാലും നമുക്ക് അതിൽ ഓരോന്നോരോന്നിനും നമുക്കതിൽ ഡിസൈൻസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് മൊത്തം പട്ടിൽ പെട്ട ഒരു കളക്ഷൻ തന്നെയാണ്. ഇനി ഇതിൽ പ്യുവർ ഗോൾഡിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല. ഇതൊക്കെ ശരിക്കും വർക്ക് വന്നാൽ അതിൻ്റെ ഇതൊക്കെ സെമിയിൽ വരുന്നത്. കാഞ്ചീപുരം അല്ലാണ്ട് നമുക്ക് സെമിയിൽ വരുന്ന കളക്ഷൻസും അവൈലബിൾ ആണ്. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നോക്കിയേ, ഇതിൽ ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത്. ഇത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലല്ലേ, നല്ല ഇതൊക്കെ സെമിയിലാണ് വരുന്നത്. ഇതൊരു 5,000 റേഞ്ചിലുള്ള സാരികളാണ്. ഓക്കെ. ഇതൊക്കെ അതിൽ പെട്ടത്. ഇത് നിവർത്തുണ്ടല്ലോ, ഇങ്ങനെ വെറുതെ നിവർത്തിയ മൊത്തത്തിൽ ഇത് അനുകൂലമാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 4,000 അതിൽ കുറച്ച് കളക്ഷൻസ് ഇവിടെ കളേഴ്സ് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുതരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ റയർ പീസുകളാണ്, സെമിയിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇത് മഹേശ്വരി. ഇത് നമ്മൾ നേരത്തെ അവിടെ കാണിച്ചതിന്റെ കുറച്ചുകൂടി കൂടിയ ടൈപ്പ്. ഇത് മഹേശ്വരി സിൽക്ക് കോട്ടൺ. പ്യുവർ മഹേശ്വരി കേട്ടോ. ഇതൊരു ഡബിൾ ഷെയ്ഡും കൂടി ഉണ്ട്. ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡും കൂടിയിട്ട് മിക്സ് ആയിട്ട് ഒരു വയലറ്റ് ടച്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ കൂടെ കാണണമെങ്കിൽ നേരിട്ട് വരിക. പ്യുവർ ഹാൻഡ്ലൂം സാരികളായത്. അതെ, ഇതും പ്യുവറിൽ വരുന്നത്. ഇതാണ് മാമ്പഴ കളർ അല്ലേ. ഇത് മാമ്പഴം മഞ്ഞ, അതിൽ ചുവപ്പ്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ളിങ്ങനെ വർക്ക്. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ നാടൻ സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു സാരി പോലെ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ സാരികളൊക്കെ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇതെനിക്ക് വെച്ച് കാണിക്കാനായിട്ട് തോന്നുന്നില്ല. അത്രയും യൂണിക്കാക്കും. ഭയങ്കര ഇങ്ങനെ ഡെലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സംഭവമില്ലേ, അതുപോലെ ഫീൽ ചെയ്യുക. എനിക്കിത് ശരിക്കും പറഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എടുക്കണം. അങ്ങനെ ഇത് ടിഷ്യൂല് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് ഓർഗൻസ അല്ലേ. എപ്പോഴും ഡിസൈനർ പീസ് കേട്ടോ. എവിടെ നോക്കിയാലും ഇപ്പൊ ഈ ഓർഗൻസ ഏതൊരു പരിപാടിക്ക് ഇപ്പൊ നോക്കിയാലും ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ കണ്ടോ, ഫുൾ ഇങ്ങനെ കട്ട് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ പിന്നെ അങ്ങനെ മുന്താണി എന്ന് പറയുമ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വരുന്നില്ല. ഇത് ഇങ്ങനെ സൈഡ് ഇങ്ങനെ വർക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ നടുക്കിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിനും കളർ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. കളർ ഓപ്ഷൻസ് ഉണ്ട്. പറയൂ. അതിന്റെ തന്നെ വേറെ കളറാണിത്. ആ ബ്ലൂവിന്റെ വേറെ കളറാണ്. ഇതിലൊക്കെ വരുമ്പോ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കൂടുതൽ വരിക. ഡാർക്കിൽ വരില്ല. വരുമ്പോ ഇങ്ങനെ പേസ്റ്റലായിരിക്കും വരിക. ഇതും അതിൽ പെട്ടത്. ഇത് ഓർഗൻസ തന്നെയാണോ? ഇത് ഓർഗൻസി അല്ല. ഇതൊരു ഷിമ്മർ സിൽക്ക് ആ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു കട്ട് വർക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഡിസൈൻസ് കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. കട്ട് വർക്ക്സും അവൈലബിൾ ആണ്, ത്രെഡ് വർക്ക്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പള്ളികളിൽ ഇങ്ങനെ ഇത് നമ്മുടെ കുർബാനകളപ്പാട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുർബാനകളപ്പാട് കഴിഞ്ഞില്ലെന്ന് അറിയില്ല. മെയ് ഏപ്രിൽ സമയങ്ങളാണ് ഇത് പള്ളികളിൽ നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഓഫ് വൈറ്റ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നല്ല പ്രിറ്റി ബ്യൂട്ടിഫുൾ പീസ് എന്നാണെങ്കിൽ പറയാം. അത്രയും നല്ല കളക്ഷനാണ് കേട്ടോ. ഇതൊക്കെ നോക്കിയേ, എന്ത് രസം കാണാനായിട്ട്.
എനിക്ക് ഇതൊക്കെ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ ഇടുന്നു നല്ല ഭംഗിയില്ല കേട്ടോ. ഇതൊക്കെ ബ്ലൗസൊക്കെ നല്ല ഡിസൈനറായിട്ട് തയ്ച്ചിട്ടല്ലേ ലെവല് വേറെ തന്നെയായിരിക്കും ഇത്. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു വൈറ്റാണ് കേട്ടോ. നല്ല പ്രിറ്റിയാണ്. ഇങ്ങനെ ഒരുപാട് പ്രിറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം നേരിട്ട് വരിക. നമ്മൾ വരേണ്ട സ്ഥലം ലൊക്കേഷൻ ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ? മാന്നാർ. വാ നമുക്ക് ലൊക്കേഷൻ ഒന്നുകൂടി അവിടെ പോയിട്ട് പറയാം. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ എക്സാക്ട് സ്ഥലം എന്ന് പറയുന്നത് ഏത് പള്ളിയാന്ന് പറഞ്ഞാൽ പരിമള. ആ നല്ല ഫേമസ് പള്ളിയാണ്. ഞാൻ പരിമല തിരുമേനി എന്നൊക്കെ പറയുന്നത്. അതെ, ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ആ പള്ളിനെ കുറിച്ച് വെറുതെ അല്ല ഞാൻ അറിയാത്തത്, അല്ലെങ്കിൽ ഞാൻ അറിയാണ്ടിരിക്കുമോ. അപ്പൊ ഇവര് രണ്ടുപേരാണ് ഇവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. പിന്നെ കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മുടെ ഫോളോവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാരും വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് യൂണിക്ക് എന്തെങ്കിലുമൊക്കെ പറ. യൂണിക്ക് കൊടുക്കില്ലേ? അത് പറയേ ചേച്ചി. ഇതുവരെ ഒന്നും മിണ്ടിയില്ല. ചേച്ചി പറയും സെറ്റ് പറ. എല്ലാവരും വരിക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല കളക്ഷൻസ് ഉണ്ട്, തീർച്ചയായിട്ടും വരിക. നല്ല കളക്ഷൻസ് മാത്രമല്ല റേറ്റ് കുറവുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാണ്. പിന്നെ റേറ്റ് മാത്രമല്ല, യൂണിക്ക് തപ്പി നടക്കണവർക്കും റേറ്റ് കുറവെന്ന് പറയുന്നത് ഈ രണ്ട് സംഭവം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു. അത് പറയാണ്ടിരിക്കാൻ വഴിയ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ളി ഹാൻഡ് പിക്ക് ഐറ്റംസ് ആണ്. അതും ഡയറക്റ്റ് ഇവർ തന്നെ പോയി പിക്ക് ചെയ്തെടുക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അത്രയും യൂണിക്ക് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഡെയിലി വരുന്ന പറയുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ യൂണിക്കല്ല, നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിലും ജയ്പൂരി കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പറഞ്ഞു തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ എക്സാക്ട് ലൊക്കേഷൻ അറിയണേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു മടുത്തു. നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. ഫോൺ നമ്പർ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ച് ചോദിക്കുക. ഒരു സിംഗിൾ പീസും അവൈലബിൾ ആണ്, ഓൺലൈനും ഉണ്ട്. അപ്പോൾ ആര്യ, രമ്യ, ഷോപ്പിൻ്റെ പേര് വെയോറ. വി അവിടെ ഞാൻ വിട്ട് കളഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? വെയോറ. ഓരാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഓരല്ലേ മെയിനായിട്ട് വരുന്നത്. വി അവരുടെ ലക്കി നമ്പർ അല്ല, ലക്കി ലെറ്റർ. അപ്പം അത് വെച്ചിട്ട് അവർ ചെയ്തത്. ഞാൻ ഓരോന്ന് പറയും. പക്ഷെ ശരിക്കും ഷോപ്പിന്റെ പേര് വെയോറ. അതാണ്. അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.